ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും നല്ല ഐഡിയ എനിക്കില്ല. ആ ഗ്യാസ് കുറ്റിയോ, ഗ്യാസ് റിനൈഡ് സ്റ്റൗ ആയിരുന്നു. അത് ഞാൻ തിരിക്കുകയോ എന്തോ ചെയ്തു. ഇത് ഭുമ്മെന്ന് പറഞ്ഞ് പൊട്ടി. ഗ്യാസ് വലിയൊരു സൗണ്ടോടെ, അതായത് 1 കിലോമീറ്റർ ചുറ്റളവിൽ വെടി പൊട്ടുന്ന കണക്ക് വെടിപൊട്ടി. ഡോറുകളും ജനലുകളുടെ കുറ്റികളെല്ലാം തെറിച്ചുപോയി. അപ്പൊ ഒരു തീ ഗോളം വന്ന് എന്നെ എടുത്ത് ഇങ്ങനെ അടിച്ചങ്ങ് പുറകിലോട്ട് അങ്ങ് ഇട്ടു. അപ്പൊ ഞാൻ വന്ന് മുഖം ഇടിച്ചു വന്ന് വീണു. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനിൽകുമാർ അവറുകളാണ്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ പ്രാർത്ഥനയോടെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിനും പ്രചോദനത്തിനും കാരണമായി തീരും. ആകയാൽ നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനിൽകുമാർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പേര് അനിൽ എന്നാണ്, പാസ്റ്റർ പറഞ്ഞു. എന്റെ വൈഫിന്റെ പേര് ആർ ജയശ്രീ എന്നാണ്. 2 മക്കളാണ് ദൈവം തന്നിരിക്കുന്നത്. മൂത്താളുടെ പേര് ഗൗതം എന്നും രണ്ടാമത്തെ ആളുടെ പേര് ഗൂഗിൾ എന്നുമാണ്. ഞാൻ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്റർ മാറി ആണ് എന്റെ ഭവനം. അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആമേൻ. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുതൽ നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നതിനായി സമയം വേർതിരിച്ചു കൊള്ളുന്നു. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എന്റെ ബാല്യകാലത്തെ കുറിച്ചാണ്. എന്റെ ബാല്യകാലം എന്ന് പറയുന്നത്, ഞങ്ങളൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആണ്. എന്റെ അച്ഛൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ എന്റെ കുട്ടിക്കാലത്ത് വർക്ക് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ആ ജോലി കളഞ്ഞിട്ട് പഴയ സിംഗപ്പൂര് പോയതാണ്. അമ്മയും അച്ഛനും ഞങ്ങൾ 3 മക്കളാണ്. എനിക്കൊരു അനിയനുണ്ട്. അയാൾക്ക് ഇപ്പോൾ 54 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഒരു അനിയത്തിയുണ്ട്. അനിയത്തി മെന്റലി റിട്ടയർഡ് ആൻഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ്. ഞങ്ങൾ വളരെ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകാൻ നേരത്ത് എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം അതുവരെയും വളരെ നല്ല രീതിയിൽ ലൈഫ് പോയിരുന്ന ആ ലൈഫ് പെങ്ങളെയും അനിയനും അമ്മയും എല്ലാം നോക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്തം എന്റെ തലയിൽ വരികയും എന്റെ പഠിത്തം മതിയാക്കിക്കൊണ്ട് ഞാൻ ജോലിക്ക് 85 കാലങ്ങളിൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ആദ്യം 300 രൂപ ശമ്പളത്തിനാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. കൊല്ലത്തൊരു കടയിലാണ് ജോലിക്ക് പോകുന്നത്. അവിടെ നിന്ന് ഞാൻ ഈ ജോലിക്ക് പോയി രാത്രി 8 മണി 8:30 മണി ആവും കട അടച്ചിട്ട് രാത്രിയുള്ള ട്രെയിനിന് തിരിച്ചു വരുന്നത്. രാവിലെ അത് എന്റെ അച്ഛന്റെ സ്ഥലം എന്ന് പറയുന്നത് പരവൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, കൊല്ലം പരവൂർ. അപ്പൊ പരവൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ടാണ് ഞാൻ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പൊ പരവൂരിൽ നിന്ന്, അതായത് എന്റെ വീടെന്ന് പറയുന്ന പുഴിക്കരയാണ്. പരവൂരിൽ നിന്ന് വീണ്ടും 2.5 കിലോമീറ്റർ മാറി പുഴിക്കര എന്ന് പറയുന്ന ദേശത്താണ്. അപ്പൊ അവിടെ നിന്ന് രാവിലെ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട്
ആണ് ഞാൻ നടന്നു തുടങ്ങുന്നത്. നടന്ന് 8:15 ട്രെയിനിൽ കയറി 8:40 കൊല്ലത്ത് വന്ന് 9 മണിക്ക് മുമ്പ് കട തുറക്കണം. അപ്പൊ അങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് പോയി. ഇതിനിടയിൽ എന്റെ ഒരു നൈബർ കണ്ടിട്ട് പറഞ്ഞു, നിനക്ക് ഇതല്ല പറഞ്ഞിരിക്കുന്ന ജോലി. നിനക്ക് LIC നല്ല ഇതുണ്ടല്ലോ, നിനക്ക് സംസാരിക്കാമല്ലോ, നിനക്ക് LIC നല്ലൊരു ഏജൻസി എടുത്തൂടെ, നല്ല പൈസ കിട്ടുമല്ലോ, നീ എന്തിനാ വല്ലവരുടെയും കടകളിലൊക്കെ പോകുന്നത്? ഞാനെപ്പോഴും LIC ആൾക്കാരെയൊക്കെ പോയി ക്യാൻവാസ് ചെയ്യാൻ അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതിക്ക് ഞാൻ അതങ്ങ് സ്നേഹപൂർവ്വം ആ ക്ഷണം ഞാൻ അങ്ങ് നിരസിക്കുകയായിരുന്നു. 88 എനിക്ക് ഒരു അസുഖം ഉണ്ടായി. എനിക്കൊരു വയറ്റുവേദന, ഭയങ്കരമായ വയറ്റുവേദന വന്നിട്ട് വയറ്റുവേദനയ്ക്ക് ഒരു കുറവുമില്ല. ആ വയറ്റുവേദനയുടെ അവസാനം എന്ന് പറയുന്നത് ഡോക്ടർമാരെല്ലാം വിധി എഴുതി പെട്ടെന്നൊരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലില്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്തു. സർജറി ചെയ്തപ്പം അവര് പറഞ്ഞത് അപ്പൻഡിസൈറ്റിസ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് കുറച്ച് ഗ്ലാൻസ് ഉണ്ടായിരുന്നു. ഈ ഗ്ലാൻസ് ഡോക്ടർ സ്റ്റെല്ലാമ എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു. കാരണം അവരുടെ ആ ഒരു മിടുക്ക് കൊണ്ടാണ് ആ ഗ്ലാൻസ് അവർ കണ്ടുപിടിക്കുകയും അത് റിമൂവ് ചെയ്യുകയും അത് ബയോപ്സിക്ക് കൊടുക്കുകയും ചെയ്തു. ബയോപ്സിക്ക് പോയി ഗ്ലാൻസിന്റെ റിസൾട്ട് വന്നത് അബ്ഡോമിൻ TB എന്നാണ്. അപ്പം അന്നത്തെ സമയം 88 TB ഒക്കെ വളരെ പേടിപ്പിക്കുന്ന ഒരു അസുഖങ്ങളായിരുന്നു. 2 വർഷം അതിന്റെ ട്രീറ്റ്മെന്റ് എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് ആവശ്യത്തിനായിട്ട് അപ്പൊ എന്റെ കുഞ്ഞമ്മമാര് തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ തമിഴ്നാട്ടിൽ പോയി നിന്നിട്ടാണ് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. 6 മാസം ഇഞ്ചക്ഷൻ എടുക്കണം, 6 മാസം വീണ്ടും മെഡിസിൻ, വീണ്ടും എഗെയിൻ 6 മാസം ഇഞ്ചക്ഷൻ, 6 മാസം മെഡിസിൻ. ഇങ്ങനെ 2 ഇയേഴ്സ് ഉള്ള ഒരു കോഴ്സായിരുന്നു. ഈ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. തിരിച്ച് ഞാൻ എന്റെ നാട്ടിൽ വരികയും ഞാൻ എന്റേതായ LICയുടെ കാര്യങ്ങളിൽ എല്ലാം, LICയിലെ ടോപ്പ് ബിസിനസ് ടോപ്പ് 10 ഒരാളായിരുന്നു ഞാൻ. 1994 എന്റെ കല്യാണം നടന്നു. എന്റെ അപ്പച്ചിയുടെ മോളായിരുന്നു, എന്റെ അച്ഛന്റെ പെങ്ങളുടെ മകളായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത്. ജയശ്രീ എന്നാണ് പേര്. അപ്പൊ ജയുമായിട്ട് ഞങ്ങളുടെ ഈ ഹണിമൂൺ തുടങ്ങിയ ആ സമയം വീണ്ടും എനിക്ക് അസുഖം വരികയും വളരെ സീരിയസ് ആയിട്ട് ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അത് റിപ്പീറ്റേഷൻ ആയി. TB തന്നെ റിപ്പീറ്റ് ചെയ്തു വന്നു. അങ്ങനെ അതിന് വീണ്ടും മരുന്ന് കഴിക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ എല്ലാവരും പറയും എനിക്ക് ഇങ്ങനെ അസുഖങ്ങൾ എപ്പോഴും എന്നെ വിട്ടുമാറാതെ അസുഖങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സമയം. അപ്പൊ എന്റെ ജീവിത സ്റ്റൈല് എന്ന് പറയുന്നത്, അതുവരെയുള്ള എന്റെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, കാശുണ്ട്, LICയിലെ നമ്പർ 1 ബിസിനസ് ആണ്. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് ദുബൈയിലേക്ക് എന്റെ ബിസിനസ് LICയുടെ തന്നെ LIC ഇന്റർനാഷണലിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ആയി പോയി. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ കാശും അതിന് എന്റെ ആ ഒരു ലൈഫ് സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഫ്രണ്ട്സും, ദുബൈയിലെ ബിസിനസ്സുകാര് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്റെ വീടിന്റെ മുമ്പിൽ 3-4 വണ്ടികൾ ഉണ്ടാവും. LICയുടെ ടോപ്പ് ഓഫീസേഴ്സ് ആയിട്ടാണ് ഞാൻ കമ്പനി. അപ്പൊ ഞാന് നാട്ടിൽ വരുമ്പോൾ എയർപോർട്ടില് കസ്റ്റംസ് ടേബിളിനടുത്ത് വരെ എന്റെ ഫാമിലി വന്ന് എന്നെ റിസീവ് ചെയ്യുമായിരുന്നു. അപ്പൊ ഒരാൾക്ക് 2 ബോട്ടിലാണ് അലൗഡ് എങ്കിൽ ഞാൻ 6, 7, 8 ബോട്ടിലൊക്കെയാണ് ഞാൻ കൊണ്ടുവരുന്നത് എന്റെ സുഹൃത്തുക്കളെ പ്രീതിപ്പെടുത്താനായിട്ട്. തിരിച്ച് ഞാൻ എല്ലാ മാസവും ഞാൻ വരും. കാരണം ഞാൻ വലിയൊരു അയ്യപ്പന്റെ ഭക്തനായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛനും അമ്മാവനും കൂടി, എന്റെ അമ്മാവന്റെ പേര് അയ്യപ്പൻ എന്നാണ്, അമ്മയുടെ ഇളയ സഹോദരന്റെ പേര്.
അപ്പം അമ്മാവനും എല്ലാം എന്നെ ആദ്യം ശബരിമലയിൽ കൊണ്ടുപോയി. അതിനുശേഷം എനിക്കിതൊരു അയ്യപ്പൻ എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു വിട്ടുമാറാൻ പറ്റാത്ത രീതിയിലൊരു ബന്ധം പോലെയായി. എന്റെ എല്ലാ കാര്യത്തിനും ഞാൻ അയ്യപ്പനെ ആശ്രയിക്കുക. അപ്പം മാസം തോറും ശബരിമലയ്ക്ക് പോവുക എന്നുള്ളത്, ഞങ്ങൾ പരവൂര് ഒരു 3-4 പേരുണ്ട്. ടൂ വീലറിൽ, ചിലപ്പോൾ കാറിൽ ഞങ്ങൾ പോകും. അന്ന് ശബരിമല ഒരു ദിവസമേ ഉള്ളൂ മാസം. അങ്ങനെ ഞങ്ങൾ പോയി തൊഴുത് ഇറങ്ങാൻ നേരത്ത് ചിലപ്പോൾ അന്നത്തെ ദിവസം അവിടെ കിടന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആയിരിക്കും. ചില പോറ്റിമാരുണ്ടാവും ഞങ്ങളുടെ കൂടെ തിരിച്ച്, ഞങ്ങളുടെ കാറിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാൻ. അപ്പൊ അങ്ങനെ അയ്യപ്പനെ ഭയങ്കരമായിട്ട് ആരാധിക്കുകയും, വീട്ടില് എന്ന് പറഞ്ഞാല് എന്റെ ജയ ഭയങ്കരമായ ശിവഭക്തിയാണ്. ശിവന്റെ, അപ്പൊ തൊട്ടടുത്ത് ശിവക്ഷേത്രമുണ്ട്. അപ്പൊ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഇയാളുടെ കൂടെ ഞാനും എഴുന്നേക്കണം. എഴുന്നേറ്റ് കുളിച്ച് എണ്ണ എടുത്ത് വിളക്കിന്റെ മുമ്പ് വെച്ച് വിളക്ക് കത്തിച്ച്, അപ്പോഴത്തേക്ക് അയാള് ആ വിളക്കിരിക്കുന്ന മുറി, പൂജാമുറി എല്ലാം തുടച്ച്, ഇതൊരു 3:30-4 മണിക്കകമുള്ള ജോലിയാണ്. വെളുപ്പിന് എല്ലാം തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെച്ച് വിളക്ക് കത്തിച്ച് അതിന്റെ മുമ്പിൽ ഇരുന്ന് കുറെ മന്ത്രങ്ങളുണ്ട്, അതെല്ലാം ജപിക്കണം. 1008 തവണ, 10,008 തവണ ജപിക്കുന്ന മന്ത്രങ്ങളും. അപ്പം ഇതെല്ലാം ജപിച്ച് ഈ എണ്ണ തൊട്ടടുത്തുള്ള ശിവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കൊടുക്കണം. കൊടുക്കുമ്പോഴാണ് അവിടെ നിർമ്മാല്യം. ക്ഷേത്രം തുറന്ന് ഈ എണ്ണയായിരിക്കും ഒഴിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഈ സമയങ്ങളിൽ ഞാനും കൂടെ നിന്ന് ഇയാളുടെ കൂടെ, വണ്ടി ഉണ്ടെങ്കിലും വണ്ടിയിൽ പോവില്ല, നടന്നാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത്. തിരിച്ചു വരിക, ക്ഷേത്രങ്ങള് കാര്യങ്ങളുമായിട്ടായിരുന്നു ജയയുടെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ വീട്ടിൽ ഞായറാഴ്ച തോറും പൊങ്കാല ഉണ്ടാവും, ഞായറാഴ്ച പൊങ്കാല. അങ്ങനെ വളരെ എന്നെയും കാട്ടി വളരെ അടുത്ത ബന്ധമാണ് ജയയ്ക്ക് ഈ ഹിന്ദു ദൈവങ്ങളുമായിട്ടുള്ളത്. അപ്പൊ ഒരു ദിവസം ഞാനില്ലാത്ത ഒരു ദിവസം വെളുപ്പിന് എഴുന്നേറ്റ് ഇതെല്ലാം ശരിയാക്കണം എന്ന് പറഞ്ഞ് കിടക്കാൻ നേരത്ത് അയാൾക്കൊരു ദർശനമുണ്ടായി. ഒരാള്, അത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് അറിയുന്നത് അതാരായിരുന്നു എന്നുള്ളത്. ഇറങ്ങി വന്ന് ദർശനത്തിൽ പറഞ്ഞു, നീയും നിന്റെ കുടുംബവും എന്നിൽ വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ ഇയാള് വെളുപ്പിന് എഴുന്നേൽക്കാനായിട്ട് കിടക്കുകയാണ്, എഴുന്നേറ്റ് വരണം. അപ്പോഴാണ് ഒരാൾ വന്ന് ഇങ്ങനെ പറയുന്നത് ഇയാൾ കേൾക്കുന്നത്. അപ്പൊ ഇയാള് എന്താ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത്, ഞങ്ങൾ അത് അപ്പോഴേ ആ സബ്ജക്റ്റ് അങ്ങ് വിട്ടു. ആ ഒരു ഇതുണ്ടായില്ല. അതിനുശേഷം ഞാന് ദുബൈയിൽ നിന്ന് വരും, ശബരിമല യാത്ര ചെയ്യും, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് കറങ്ങും, ഞാൻ തിരിച്ചു പോകും. ഇതിങ്ങനെ റൊട്ടീൻ ഇങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അപ്പൊ എന്റെ ജീവിതത്തില് വർഷത്തിൽ ഒരിക്കൽ എനിക്ക് ഈ ബാക്ക് പെയിൻ വരും. അപ്പൊ ഒരു 4-5 ദിവസം ഉണ്ടാവും ബാക്ക് പെയിൻ, നല്ല ബാക്ക് പെയിൻ ആയിരിക്കും. ആ സമയങ്ങളിൽ മോഷൻ പോകുന്നത് വളരെ കുറവാണ്. മോഷൻ പോവില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഞാന് പല ഡോക്ടർമാരെയും കാണിച്ചു. പിന്നെ വർഷത്തിലൊരിക്കലല്ലേ, അതിങ്ങനെ പോകുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു. അലോപ്പതിയും ഹോമിയോയും ആയുർവേദവും കാണിക്കാനായിട്ട് ഡോക്ടർമാരൊന്നും ഇല്ല. ആ രീതിയിൽ എന്റെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് അത്ഭുതമായിട്ട് 2 മക്കളെ തന്നു. 2 ആമ്പിളരാണ്. അപ്പൊ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ, കാരണം ഞങ്ങൾ എവിടെയെങ്കിലും ടൂർ പോകും. ടൂർ പോയാൽ എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ എവിടെ പോയാലും എന്റെ ഫാമിലി എന്റെ കൂടെ വേണം എന്നൊരു ദുശാഠ്യം എനിക്കുണ്ട്. ഞങ്ങൾ സിംഗപ്പൂര് പോയാലും, ഇന്ത്യക്ക് പുറത്തു പോയാലും, ഇന്ത്യക്ക് അകത്തായാലും ഞങ്ങൾ 4 പേര് ഒരുമിച്ചായിരിക്കും പോവുക, ഒരുമിച്ചാ കിടന്നുറങ്ങുന്നത് എല്ലാം. 2012 അപ്പം എന്റെ അസുഖം കൂടി വന്നു. ഈ ബാക്ക് പെയിൻ വർഷത്തിലൊരിക്കൽ എന്നുള്ളത് അത് മാറി 6 മാസമായി, 3 മാസത്തിലായി, മാസം തോറുമായി എന്ന് മാത്രമല്ല, ബാക്ക് പെയിൻ 4 ദിവസം വന്നാൽ 4 ദിവസം പിന്നെ എനിക്ക് ബ്ലഡാ പോകുന്നത്. മോഷന് പകരം ബ്ലഡ് പോകും. പല ഡോക്ടർമാരെയും കാണിച്ചു, ഒരു പ്രയോജനമില്ല. അപ്പൊ 2012
ഇവിടെ കൊട്ടിയം ഹോളി ക്രോസിൽ ഒരു കീ ഹോൾ സർജറി വിദഗ്ധൻ വന്നിട്ടുണ്ട്. വളരെ ഫേമസ് ആണ് അദ്ദേഹത്തിന്റെ സർജറി. കീ ഹോൾ ആണ്. ബൈജു സേനാധിപൻ എന്നാണ് ആ ഡോക്ടറുടെ പേര്. അപ്പൊ അദ്ദേഹം, ഞാൻ പോയി കണ്ടു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു കീ ഹോൾ സർജറിയിൽ നമ്മൾക്ക് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ 2012 കീ ഹോൾ സർജറി ചെയ്തു. കീ ഹോൾ സർജറി ചെയ്തു. ഒരു 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാൻ നേരത്താണ് അറിയുന്നത് ആ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് പോയി. അദ്ദേഹം നേരെ കിംസിലേക്കാണ് പോയത്. അപ്പം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോയി ഡോക്ടറെ കാണാനായിട്ട്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോവുകയും അദ്ദേഹത്തെ ഒന്നുകൂടി ഇത് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു, ഞാനിത് ശരിക്കും ഓർക്കുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, കീ ഹോൾ അല്ലേ ചെയ്തത്, നമുക്കൊരു ഓപ്പൺ സർജറി ചെയ്യാം, നിങ്ങൾ എന്തായാലും കിംസിൽ അഡ്മിറ്റ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, അത് വേണ്ട, എന്തായാലും ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് അതെന്തായാലും വേണ്ട. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ലേക്ക് ഷോറിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്, നമുക്ക് ലേക്ക് ഷോറിൽ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലേക്ക് ഷോറിലേക്ക് യാത്ര പോവാണ്. ലേക്ക് ഷോറിലേക്ക് പോകാൻ നേരത്തും എന്റെ കൂടെ മക്കളും ഫാമിലി എല്ലാവരും ഉണ്ട്. ലേക്ക് ഷോറിൽ പോയി ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു 24 hours ഒരു ക്യാമറ, ഒരു ചെറിയ ഒരു ക്യാപ്സൂൾ ക്യാമറയുണ്ട്, അത് വിഴുങ്ങണം. വിഴുങ്ങിയിട്ട് അപ്പോഴും മുതൽ നമ്മൾക്ക് ഈ ക്യാമറയിൽ നിന്ന് വരുന്ന പിക്ചർ നമ്മൾ സേവ് ചെയ്യും. അപ്പം അനങ്ങാതെ കിടക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു ടെസ്റ്റിന് ഒരു പേര് പറയും, ഞാനത് ഓർക്കുന്നില്ല. ആ ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് കഴിഞ്ഞു. ഇവര് ഒരു 10-40 ദിവസം അതിനുശേഷം അവിടുത്തെ ട്രീറ്റ്മെന്റിന് ഞാൻ അവിടെ കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് തിരിച്ച് എന്റെ ഭവനത്തിലേക്ക് ചാത്തന്നൂര് ഞങ്ങൾ എത്തി. ഈ ഹോസ്പിറ്റൽ വാസം 10-40 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുകയും അത് കഴിഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോ ഭവനത്തിലെ ജയ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരു മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു ഒരു മക്കള് ഞങ്ങളുടെ കൂടെ വരും. ആ മുറിയിൽ AC ഉണ്ട്. അപ്പൊ അവരെല്ലാരും കൂടി വന്ന് ഞങ്ങളെല്ലാരും ഒരുമിച്ച് കിടന്നുറങ്ങാൻ നേരത്ത് രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് എന്റെ മൂത്ത മോൻ എഴുന്നേറ്റ് റെഡിയായി. അവന് കൊല്ലത്ത് ട്യൂഷന്, കൊല്ലത്താ പഠിക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം അവൻ എഴുന്നേറ്റ്, അത് 2013 ജനുവരി 9 ബുധനാഴ്ച രാവിലെ അവൻ എഴുന്നേറ്റിട്ട് തിരിച്ച് അവന് ഉറക്കം വരുന്നു എന്നുള്ള രീതിയിൽ അവൻ തിരിച്ചു വന്ന് കിടക്കുകയായിരുന്നു. അപ്പൊ ജയയുടെ കാതില് ആരോ ഒന്ന് പറഞ്ഞു, അല്ല, അയാൾക്ക് മൂക്കിനകത്തുള്ള ഗ്യാസ് സ്പ്രേ ചെയ്യുന്ന കണക്ക് സ്മെല്ല് വരും, കുക്കിംഗ് ഗ്യാസിന്റെ. അപ്പൊ ജയ എന്റെ അടുത്ത് വിളിച്ചു, ഭയങ്കരമായ ഗ്യാസിന്റെ സ്മെല്ല് വരുന്നു, ഒന്ന് പുറത്തു വാ, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഇയാൾക്ക് തോന്നുന്നതായിരിക്കും, ഇയാൾ കിടക്കടേന്ന് പറഞ്ഞു. ഇയാൾ എഴുന്നേറ്റ് ഹാളിലേക്ക് പോയി. ഹാളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്നെ വിളിച്ചു. അടുക്കളയിൽ നിന്ന് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് അടുക്കള ഹാളിലേക്ക് ചെന്നു. ഹാളിലേക്ക് ചെന്നിട്ട് ഞാൻ ജയെടുത്ത് പറഞ്ഞു, ഇയാൾ ഒരു കാര്യം ചെയ്യും, ഒരു ബക്കറ്റ് വെള്ളം എടുക്കാം. അപ്പൊ കിച്ചന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വാഷ് ഏരിയ. അപ്പൊ ഇയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു വെള്ളം എന്തിനാ? പറഞ്ഞു ഇയാളുടെ അടുത്ത് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞേ. അപ്പൊ എനിക്ക് അങ്ങനെ പറയാം, വെള്ളം വേണമെന്ന്. ഇയാൾ വെള്ളം എടുക്കാനായിട്ട് പോയി. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്, അത് കൂടി ഞാനൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. 2006 കാലഘട്ടത്തില് എന്റെ വൈഫിന്റെ ഒരു സഹോദരനുണ്ട്, ജയചന്ദ്രൻ എന്നാണ് പേര്. വൈഫിന് 2 സഹോദരങ്ങളാണ്, 2 സഹോദരന്മാര്. ഈ 2 സഹോദരന്മാര്, മൂത്ത ആള് ജയപ്രകാശ്, അദ്ദേഹം ഫാമിലി ആയിട്ട് ദുബൈയിലാണ്. രണ്ടാമത്തെ ആള് ജയചന്ദ്രൻ, കുടുംബത്ത് തന്നെയാണ്. അപ്പൊ ഇദ്ദേഹം 2006 ഇദ്ദേഹത്തിന് ഒരു മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം പിടിപെട്ടു. അപ്പൊ ഈ അസുഖം പിടിപെടുന്നതിന് മുമ്പ് ഒരു പനിയായിട്ടാണ് ഇത് വന്നത്.
അപ്പൊ അവരുടെ സ്ഥലം എന്ന് പറയുന്നത് പുത്തൂരാണ്. പുത്തൂർ ചേരിയിൽ വീടാണ്. കാരണം പുത്തൂർ ദേശത്തുള്ളവർക്കെല്ലാം അറിയാം. പറക്കോടൻ മുതലാളി എന്ന് പറയും. എന്റെ വൈഫിന്റെ ജയയുടെ അച്ഛന് പറയുന്നത്. അവര് പാരമ്പര്യമായിട്ട് ബിസിനസ്സുകാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എന്റെ മുറപ്പെണ്ണാണ്. കാരണം അച്ഛന്റെ പെങ്ങളുടെ മോളാണ്. അപ്പൊ ഇവരുടെ ഭവനം അറിഞ്ഞുകൂടാതെ ആ ദേശത്ത് ആരും ഇല്ല. അപ്പം ഇളയ സഹോദരന് ജയച്ചൻ തന്നെ ഇങ്ങനെ പനി വന്നു. പുത്തൂര് ദേശത്ത് കാണിച്ചു. പുത്തൂര് ഹോസ്പിറ്റലിൽ കാണിച്ചു. കാണിച്ചപ്പോഴത്തേക്ക് അവരവിടെ നിന്ന് കൊട്ടാരക്കരയിലേക്ക് റെഫർ ചെയ്തു. കൊട്ടാരക്കരയിൽ കുറച്ച് ദിവസം കിടന്നു. എന്നിട്ടും കുറയുന്നില്ല. അപ്പൊ ഞാൻ ദുബൈയിലാണ്. അപ്പൊ ജയ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് എന്നെ അറിയിക്കും. ഇങ്ങനെ കൊച്ചണ്ണന് തീരെ വയ്യ, ഞങ്ങൾ ഇന്ന് കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കരയിൽ കുറവൊന്നുമില്ല, ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകും. അങ്ങനെ ട്രിവാൻഡ്രത്ത് PRS കൊണ്ടുവന്നു. PRS കൊണ്ടുവന്നു. അവിടെ 2-3 ദിവസം കിടന്നപ്പോൾ തന്നെ അവർക്കത് മനസ്സിലായി, മെനിഞ്ചൈറ്റിസ് ആണെന്നൊരു സംശയം അവർക്ക് വരികയും അവർ ഇദ്ദേഹത്തെ ശ്രീ ചിത്രയിലേക്ക് റെഫർ ചെയ്യിച്ചു. അങ്ങനെ ശ്രീ ചിത്രയിൽ കൊണ്ടുവന്നു. അപ്പോഴെന്നെ വരണം. ഞാനും ഇദ്ദേഹത്തിന്റെ സഹോദരൻ ദുബൈയിലുണ്ട്. അപ്പൊ ഞാൻ സഹോദരന്റെ അടുത്ത്, അളിയന്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ജയൻ ആദ്യം പൊയ്ക്കോ, അവിടെ പോയിട്ട് നോക്ക്, എങ്ങനെ ഉണ്ടോ നോക്കിയതിന് ശേഷം പറഞ്ഞാൽ ഞാനും കൂടി അങ്ങ് വരാം. ഇദ്ദേഹം അവിടുന്ന് ഫ്ലൈറ്റ് ഞാൻ കയറ്റി വിടുന്നത്, ഇദ്ദേഹം അവിടുന്ന് കയറി നേരെ ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങി. ട്രിവാൻഡ്രത്ത് നിന്ന് ഹോസ്പിറ്റലിൽ എത്തി, ശ്രീചിത്രയിലെത്തി. എത്തിയിട്ട് ഇദ്ദേഹത്തിന് കാണാൻ പോലും പറ്റിയില്ല. അപ്പൊ ഇദ്ദേഹം എന്നെ വിളിച്ചു, അളിയ ഇങ്ങനെ വളരെ ക്രിട്ടിക്കലാണ്, അളിയൻ വന്നേ പറ്റുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഞാനും അവിടെ നിന്ന് വണ്ടി കയറി ട്രിവാൻഡ്രത്ത് വന്നു. നേരെ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്നു. ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അതിന്റെ ഒരു സീരിയസ് അറിയുന്നത്. കാരണം ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു 2-3 ദിവസം കൂടിയേ ഇയാൾക്ക് ജീവൻ ഉണ്ടാവുള്ളൂ. അത്രയ്ക്കും സീരിയസ് ആണ്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബിജു ബേബൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം ആ, നാട്ടില് മറൈൻ എഞ്ചിനീയർ ആണ്. നാട്ടിൽ വന്നാൽ എന്നെ വിളിക്കും, ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അപ്പൊ അന്ന് വൈകുന്നേരം ഞാൻ അവിടെ ഇറങ്ങി ഹോസ്പിറ്റലിൽ നിൽക്കാൻ നേരത്ത് ഇദ്ദേഹത്തിന്റെ ഒരു കോൾ എനിക്ക് വരികയാണ്. ആ, അനിൽ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ എന്റെ അളിയൻ സുഖമില്ല, അത് ഞാനൊന്ന് വന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പൊ ഈ അളിയൻ എന്ന് പറയുന്ന വ്യക്തി, ഞാന് പമ്പയിൽ നിന്നാണ് നടന്നു പോകുന്നത്, ശബരിമലയ്ക്ക് പോകുന്നത്. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന്, കൊല്ലത്ത് നിന്ന് നടന്ന് ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യാസമാണ്. കാരണം അത്രയ്ക്കും പവർഫുൾ ഇതാണ്. കാരണം ഇവരുടെ വീട്ടിൽ ക്ഷേത്രമുണ്ട്. ഇവരുടെ വീട്ടിനോട് ചേർന്ന് ഇവര് തന്നെ വഴിയും സ്ഥലവും കൊടുത്തിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, ചേരിയിൽ ക്ഷേത്രം എന്ന് പറയും. ചേരിയിൽ വീടെന്നാണ് ഇവരുടെ വീട്ടുപേര്, ജയയുടെ വീടിന്റെ. അപ്പം ഇവരുടെ ഉത്സവത്തിന് ഇനി എത്ര ആളുകൾ വന്നാലും ആ ആൾക്കാർക്കെല്ലാം രാത്രി അമ്മയെ എഴുന്നള്ളിച്ചു വരുന്ന, ആ ക്ഷേത്രത്തിലെ ബിംബത്തിനെ എഴുന്നള്ളിച്ചു വരുന്ന ഒരു ചടങ്ങ്, ലാസ്റ്റ് ഡേ, അന്ന് ഇവരുടെ വീട്ടിലാണ് കൊണ്ടുവന്ന് ദേവിയെ കുടിയിരുത്തുന്നത്. ദേവി വന്ന് ഇരിക്കുന്നത് ഇവരുടെ ഭവനത്തിലാണ്. ഇവരുടെ വീട്ടിൽ വലിയൊരു പൂജാമുറിയൊക്കെ ഉണ്ട്. അവിടെ ദേവിയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ ആൾക്കൂട്ടത്തിൽ എത്ര പേര് വന്നാലും അവർക്ക് എല്ലാവർക്കും രാത്രി ആഹാരം കൊടുക്കുന്നത് ഇവരുടെ ഭവനത്തിൽ നിന്നാണ്. അപ്പൊ ഈ ക്ഷേത്രവുമായിട്ട് അത്രയും ബന്ധങ്ങളുള്ള ഒരു കുടുംബമാണ്. അപ്പം ഇയാൾക്ക് ഇങ്ങനെ സീരിയസ് ആണ് എന്നുള്ള കാര്യം ഞാൻ അത്തയെടുത്ത്, അത്തയെന്ന് വെച്ചാൽ ജയയുടെ അമ്മ, ജയയുടെ അമ്മയുടെ അടുത്ത് ഞാൻ പറയുകയാണ്, വളരെ ക്രിട്ടിക്കലാണ്. അപ്പൊ അന്ന് രാത്രി ഇവര് പോയിട്ട് നേരെ ചേരിയിൽ ക്ഷേത്രത്തിൽ പോയി ചേരിയിൽ അമ്മയുടെ അടുത്ത് പോയിട്ടാണ് കരയുകയൊക്കെ ചെയ്തത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ആ ഒരു ക്ഷേത്രവും ആചാരങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ ഫാമിലിയുടെ ആ ഒരു ബന്ധത്തിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ 2 ദിവസം കൂടിയേ ഉള്ളൂ. ആ സമയമാണ് ഇദ്ദേഹം എന്നെ വിളിക്കുന്നത്, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, ഞാനെന്താ, വന്ന് പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെ ദൈവങ്ങളെല്ലാം, ഞാൻ ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ ദൈവങ്ങളെല്ലാം പണിമുടക്കിയതുപോലാണ്, പ്രത്യേകിച്ച് അയ്യപ്പൻ. കാരണം അയ്യപ്പന് വീട്ടിൽ നിന്ന് നടന്നുപോയി കാണുന്ന ആളാണ് ഈ മരണക്കിടക്കയിൽ കിടക്കുന്നത്. അങ്ങനെ ഇദ്ദേഹവും ഒരു സുഹൃത്തും കൂടി വന്നു, ഐസിയുവിന്റെ വാതൊക്കെ വന്ന് പ്രാർത്ഥിച്ചു, കൈയൊക്കെ പൊക്കി ഇങ്ങനെ. അപ്പൊ ഞാൻ മാറി നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇവരെന്തുവാ ഈ പ്രാർത്ഥിക്കുന്നേ. അത് കഴിഞ്ഞു
എന്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, പേടിക്കണ്ട, കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ചിരിച്ചു. ഞാന് അത് ഈ കർത്താവ് എന്ന് പറയുന്നത് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ബൈബിളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവര് യാത്രയായി, ഇവര് പോയി. നെക്സ്റ്റ് ഡേ അപ്പൊ ഇവരുടെ വീട്ടിൽ തന്നെ ആരാധനയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ എന്റെ വൈഫിന്റെ അമ്മ, ഈ അളിയന്റെ വൈഫ്, ഇവരെല്ലാവരും ഈ ആരാധനയ്ക്ക് പോവുകയും ഭയങ്കരമായ പ്രാർത്ഥനയും കാര്യങ്ങളുമായി ആ വീട്ടില്. അപ്പം ഇവിടെ രണ്ടാമത്തെ ദിവസം ഞങ്ങളിങ്ങനെ മരണം, അപ്പൊ ഞാൻ എന്റെ ബ്രദറിന്റെ അടുത്ത്, എന്റെ അനിയന്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറയുന്നത്, ഇങ്ങനെ ബോഡി ഞാൻ നാളെ മറ്റന്നാളെ കൊണ്ടുവരും, പുത്തൂര് വീട്ടിന്റെ ഇന്ന സ്ഥലത്ത് വേണം അടക്കാനായിട്ട്. അപ്പൊ ഇവരുടെ റിലേറ്റീവ്സിനെ എല്ലാം വിളിച്ച്, എന്റെ വൈഫിന്റെ റിലേറ്റീവ്സ് വലിയൊരു ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ അവരെ എല്ലാം വിളിച്ച്, ഞാൻ സീരിയസ് ആണ്, ഇങ്ങനെ ഞങ്ങള് 2 ദിവസത്തിനകം ബോഡി കൊണ്ടുവരും, ഒരു കുറവുമില്ല എന്നെല്ലാം പറഞ്ഞിരുന്ന ഞാന് ഈ പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ചെറിയ ചേഞ്ചസ് ഇയാൾക്കുണ്ടാകുക. അപ്പൊ ഞാനിങ്ങനെ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പെട്ടെന്ന് വെല്ലൂര് കൊണ്ടുപോയാൽ ഒരുപക്ഷെ ജീവൻ തിരിച്ചു കിട്ടും. നടക്കത്തില്ല, കാരണം നടക്കാൻ ഇടുപ്പ് മുതൽ താഴോട്ട് കംപ്ലീറ്റ് തളർന്നുപോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ആ, പോരായ്മ അതേ ഉണ്ടാവുള്ളൂ, പക്ഷെ ജീവൻ തിരിച്ചു കിട്ടും, നിങ്ങൾ എത്രയും പെട്ടെന്ന് വെല്ലൂര് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ വെല്ലൂര് കൊണ്ടുപോകാനായിട്ട് ഞാൻ എന്റെ കാറിൽ തന്നെയാണ് ഇദ്ദേഹത്തെയും കൊണ്ട് ഞങ്ങൾ എല്ലാവരും വെല്ലൂര് കൊണ്ടുപോയി. വെല്ലൂര് പോയി 1 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം, 1 1/2 മാസം ട്രീറ്റ് ചെയ്തു. ഇദ്ദേഹം നടന്നു, ചെറിയ ഷൂ ഒക്കെ ഇട്ട് ഇദ്ദേഹം, കാരണം ഇദ്ദേഹത്തിൽ നിന്ന് ആ അസുഖം പൂർണ്ണമായി മാറി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മെനിഞ്ചൈറ്റിസ് വന്നാല് അത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ടും കൊണ്ടേ ആ അസുഖം പോവുള്ളൂ. പിന്നെ അത് ഒരിക്കലും അത് പൂർണ്ണമായിട്ട് ആ മനുഷ്യ ശരീരത്തിന് പൂർണ്ണമാവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇദ്ദേഹം ഒരു 1 1/2 മാസത്തിനകം നടന്ന്, ഷൂ ഇട്ട് നടന്ന് ഞാൻ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോവാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഇദ്ദേഹത്തെ തിരുപ്പതിയിലും എല്ലാ ക്ഷേത്രങ്ങളിലെല്ലാം കൊണ്ടുപോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്ന പൂജാമുറി എല്ലാം അടച്ചുപൂട്ടി, ബൈബിളും എല്ലാമായിട്ട് ഇവരെല്ലാവരും ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ അത് വലിയ ഇഷ്യൂ ഉണ്ടാക്കി. ഞാന് പാടുപെട്ട് ഇത്രയും ക്ഷേത്രങ്ങളിലെല്ലാം കൊണ്ടുപോയത് കൊണ്ടാണ്, അയ്യപ്പനാണ് ഇതിന്റെ പിന്നില് എന്നുള്ള രീതിക്ക് ഞാൻ, അപ്പൊ ഇവരെല്ലാവരും അല്ല, യേശുവാണ്. അങ്ങനെ ഒരു ഇഷ്യൂ ആയി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. ഞാൻ ഇവിടെ തിരിച്ചു വന്നു, ഞാൻ അങ്ങ് ദുബൈയിലേക്ക് പോയി. ഇതാണ് ഞാൻ ഈ പറഞ്ഞ എന്റെ ലൈഫിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അത് കഴിഞ്ഞു എന്റെ വീട്ടില് ഗ്യാസിന്റെ സ്മെല്ല് വരുന്നു. വീട്ടിൽ ഗ്യാസിന്റെ സ്മെല്ല് വന്നിട്ട് ജയെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ വെളിയിൽ വരുന്നു, വെള്ളം എടുക്കാനായിട്ട് പറയുന്നു. അവിടെ വെച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പൊ ഞാൻ ജയെടുത്ത് പറഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക. അപ്പൊ എന്റെ അടുത്ത് ഇയാൾ ചോദിച്ചു, എന്തിനാ വെള്ളം എടുക്കുന്നത്, എന്തിനാ? ഞാൻ പറഞ്ഞു, ഇയാളുടെ അടുത്ത് വെള്ളം എടുക്കാനല്ലേ പറഞ്ഞു, ഇയാൾ വെള്ളം എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇയാള് കിച്ചന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ട് വാഷ് ഏരിയ, അവിടെ പോയി വെള്ളം എടുക്കാനായിട്ട് കയറി. അപ്പൊ എന്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, അടുക്കളക്കകത്ത് കയറില്ലേ. അപ്പൊ അടുക്കള ഒരു ഹാഫ് ഗ്ലാസ് ഡോറാണ്, ദുബൈയിലെ കണക്ക് കിച്ചൺ. ഞാൻ അത് റെഡിയാക്കി വെച്ചേക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇയാള് വെള്ളം എടുക്കണേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ കയ്യിൽ മാത്രമേ ഞാൻ ഉടുത്തിട്ടുള്ളൂ. ഞാന് ഈ കിച്ചണിനകത്തോട്ട് കയറുക. കിച്ചണിനകത്തോട്ട് കയറി ഇയാളുടെ വെള്ളം അവിടെ ആ ബക്കറ്റിൽ എടുക്കുന്ന ആ ടൈമിന്റെ ആ ഒരു സെക്കൻഡ്സ് ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും നല്ല ഐഡിയ എനിക്കില്ല. ആ ഗ്യാസ് കുറ്റിയോ, ഗ്യാസ് റിനൈഡ് സ്റ്റൗ ആയിരുന്നു, അത് ഞാൻ തിരിക്കുകയോ എന്തോ ചെയ്തു. ഇത് ഭുമ്മെന്ന് പറഞ്ഞ് പൊട്ടി. ഗ്യാസ് വലിയൊരു സൗണ്ടോടെ, അതായത് 1 കിലോമീറ്റർ ചുറ്റളവിൽ വെട്ടി പൊട്ടുന്ന കണക്ക് വെടി പൊട്ടി. അപ്പൊ ഒരു തീ ഗോളം വന്ന് എന്നെ എടുത്ത് ഇങ്ങനെ അടിച്ചങ്ങ് പുറകിലോട്ട് അങ്ങ് ഇട്ടു. അപ്പൊ ഞാൻ വന്ന് മുഖം ഇടിച്ചു വന്ന് വീണു. വീണ് ഇയാൾ ഓടി അടുക്കളയിലേക്ക് ഓടി വരികയാണ്. അനിയണ്ണ എന്ന് പറഞ്ഞിട്ട് ഓടി, അപ്പോഴും അയാളുടെ കയ്യിൽ ബക്കറ്റും വെള്ളവും ഉണ്ട്.
അപ്പൊ അയാള് ബാത്റൂമിൽ നിന്ന് അയാളുടെ പാവാടെ നൈറ്റിയൊക്കെ ചൂട് കൊണ്ട് ഉരുകിപ്പോയത്. ഞങ്ങളുടെ വീട്ടിന്റെ ഭവനത്തിലെ എല്ലാ ഡോറുകളും ജനലുകളുടെ കുറ്റികളെല്ലാം തെറിച്ചുപോയി ഈ ഒരു സൗണ്ടിന്. അപ്പൊ ഇയാൾ പെട്ടെന്ന് അകത്തോട്ട് വന്നു. അകത്ത് വന്നതും തീ ധമ്മെന്ന് പറഞ്ഞങ്ങ് അണഞ്ഞു. ഇയാൾ അകത്ത് കയറി, തീ അങ്ങ് അണഞ്ഞു. ഞാനിങ്ങനെ കിടക്കുക. അപ്പൊ ഇയാൾ വന്ന് എന്റെ പിറത്ത് ഇങ്ങനെ പിടിച്ചതും ഈ ശരീരത്തിലെ എന്റെ തൊലിയും എല്ലാം കൂടി അയാളുടെ കയ്യിൽ. ഞാൻ പറഞ്ഞു, എന്നെ പിടിക്കല്ലേ, ഞാൻ ആകെ പൊള്ളിയിരിക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ വീട്ടിലെപ്പോഴും എണ്ണയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടാവും. 10-20 ലിറ്റർ എണ്ണ ആട്ടിയത്, പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ബോട്ടിലുകൾ എല്ലാം, കിച്ചൺ കബോർഡുകളെല്ലാം തുറന്നുപോയി. അപ്പൊ നോക്കിയപ്പം അത് അവിടെ തീ പിടിക്കുകയാണ്. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക കർട്ടനിലും. ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ആ വെള്ളം എടുത്ത് അതിലോട്ട് ഒഴിക്കണേ എന്ന് പറഞ്ഞു. ഇയാൾ വെള്ളം എടുത്ത് അതിലോട്ട് ഒഴിച്ചു. തീ നിയന്ത്രണമായി. അപ്പൊ ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇയാൾ എന്നെ പിടിക്കല്ലേ, ഞാൻ ആകെ പൊള്ളിയിരിക്കുക. കാരണം എനിക്ക് മനസ്സിലായി ഞാൻ മൊത്തം. അപ്പൊ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വന്നത് കൊണ്ട് ഒരുപാട് താടിയും മുടിയും എല്ലാം വളർത്തി ഒരു വല്ലാത്ത വികൃതമായിരുന്നു. ഈ താടി, മീശ, കണ്ണിന്റെ രോമം എല്ലാം കരിഞ്ഞുപോയി. അപ്പൊ ഇവിടെ ഇങ്ങനെ ഓവനിലോ വന്ന് ഇടിച്ചിട്ട് എന്റെ കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞിട്ട് ബ്ലഡ് ഇങ്ങനെ പോകുന്നു. അപ്പൊ ജയ പിന്നെ പറഞ്ഞതാണ്. അപ്പൊ ജയ നോക്കാൻ നേരത്തെ എന്റെ കണ്ണ് പോയി എന്നാണ് അയാൾ വിചാരിച്ചത്. കണ്ണില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കണ്ണുണ്ടല്ലോ. അയാളുടെ ഇതില് അയാൾ സംസാരിച്ചതാണ്. തിരിച്ച് നേരെ വന്നു. ആൾക്കാരെ എല്ലാരും കരഞ്ഞ് വിളിച്ചു, ആൾക്കാരെ എല്ലാം കൂട്ടി. അപ്പൊ എല്ലാരും വിചാരിച്ചു ക്ഷേത്രം. എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത പെരേടം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ഷേത്രമാണ്. ഏറെ മാടങ്കാവ് എന്ന് വെച്ചാൽ വളരെ ഫേമസ് ആണ്. അപ്പൊ അവിടെ വെടി കേട്ടത്, അവിടെ രാവിലെ 5 മണിക്കൊക്കെ വെടി, അതിന്റെ സൗണ്ട് ആൾക്കാർ കേട്ടത്. ഇങ്ങനെ മക്കളെല്ലാരും അപ്പോഴാ എഴുന്നേറ്റ്, ഇവരെല്ലാം എഴുന്നേറ്റ് വന്നു, വിളിച്ചു കൂവി, ആൾക്കാരെല്ലാം വന്നു. ഒരു 10-15 മിനിറ്റിനകം എന്നെ കാറിനകത്ത് കയറ്റി നേരെ കൊല്ലത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ കാറിലൊക്കെ തലയൊക്കെ വെച്ചാണ് എന്നെ താങ്ങുന്നത്. കാരണം കയ്യിലൊന്നും പിടിക്കാൻ പറ്റത്തില്ല. കൈ മൊത്തം ഉരുകിപ്പോയത് കണക്ക് മൊത്തം അങ്ങ്, എന്താ പറയുക, അതിപ്പം ഈ രോമം എല്ലാം ഉരുകി കാലെല്ലാം പൊള്ളി 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 വരികയാണ്. നേരെ ഉപാസനയിൽ കൊണ്ടുവന്നു. ഉപാസനയിൽ വന്നു. ഡോക്ടർമാർ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോകണ്ട, കാരണം എന്റെ അച്ഛൻ 1 മാസത്തോളം മെഡിക്കൽ കോളേജിൽ കിടന്നാ മരിച്ചു പോകും. അപ്പൊ അത് എനിക്കൊരു പേടി സ്വപ്നമാണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മെഡിക്കൽ കോളേജിലേക്ക് വേണ്ട, നമുക്ക് ലേക്ക് ഷോറിലേക്ക് തിരിച്ചു പോകാം. ലേക്ക് ഷോറിൽ നിന്ന് വന്നിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. അപ്പൊ ഞാനും വൈഫ്, ഞങ്ങൾ ആരൊക്കെയോ, അവരെല്ലാരും ആംബുലൻസ് വന്നു. അപ്പൊ ആംബുലൻസ്, ഒരു AC ആംബുലൻസ് കിട്ടാൻ അല്പം ലേറ്റായി. നേരെ ആംബുലൻസിൽ എന്നെ കയറ്റി നേരെ ലേക്ക് ഷോറിലേക്ക്, എറണാകുളത്തേക്ക് പോവാണ്, കൊച്ചിയിലേക്ക്. കൊച്ചിയിൽ പോയി അവിടെ ഈ ഫയലുമായിട്ട് ഇയാൾ അകത്തോട്ട് പോയി. എന്നെ എടുത്തില്ല, എന്നെ ആംബുലൻസിൽ കിടത്തിയിരിക്കുകയാണ്. ഡോക്ടർമാര്, അപ്പൊ മെനഞ്ഞാന്ന് പോയ ആളല്ലേ, സിസ്റ്റർമാരെല്ലാം ഓടി അകത്ത് വന്ന് കണ്ടു. അപ്പൊ ഡോക്ടർമാര് വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇത് എടുക്കാൻ പറ്റില്ല, ഇത് ഡെത്ത് ഷുഗറാണ്, അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ അമൃതയിലേക്ക് പോയി. അപ്പൊ എന്റെ ദുബൈയിലുള്ള ഫ്രണ്ട്സ് ഒക്കെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അമൃതയിൽ വിളിച്ചു പറയുന്നു. അമൃതയിൽ എന്നെയും കൊണ്ട് അമൃതയിൽ പോയപ്പോ അവര് പറഞ്ഞു, ഇവിടെ ഇത് എടുക്കാൻ പറ്റില്ല, കാരണം കോമൺ ICU ഉള്ളൂ. ഇദ്ദേഹത്തെ എടുത്ത് കോമൺ ICUയിൽ കൊണ്ടിട്ടാൽ ഇദ്ദേഹത്തിൽ ആ ICUയിലുള്ളവരുടെ ഇൻഫെക്ഷൻ ആവും, ഇദ്ദേഹം ഇതായി പോകും. ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എറണാകുളം മെഡിക്കൽ സെന്റർ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ബേൺ ICU ഉണ്ട്. അപ്പൊ അന്ന് കേരളത്തിൽ ബേൺ ICU ഉള്ളത് അവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ നേരെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ വന്നു. അപ്പൊ വൈകുന്നേരമായി, ഉച്ച കഴിഞ്ഞു. ഡോക്ടറുടെ അടുത്ത് ഓടി, ജയ ഓടി വന്ന് ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ രക്ഷിക്കണം, കാരണം ഈ 2 ഹോസ്പിറ്റലും ഡോക്ടർമാർ എടുക്കാത്തത് കൊണ്ട് ഇയാളുടെ, കാരണം സമയമാവുന്നു. അപ്പൊ എന്റെ ശരീരം മൊത്തം ഒരു നീല കളറായി, ശരീരം മൊത്തം ഒരു ഡബിളായി, നീര് വന്നതുപോലെ.
അപ്പം എന്നെ ആ സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുന്ന ആ ഒരു അവസ്ഥ. അങ്ങനെ ഇയാൾ വന്ന് ഡോക്ടറുടെ കാലിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ എങ്ങനെയും ഞങ്ങളെ രക്ഷിക്കണം, കാരണം ഇനി വേറെ എവിടെ കൊണ്ടുപോകാനില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു നോക്കട്ടെ, കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ ഒരു റൂമിനകത്ത് കൊണ്ടുവന്ന് കയറ്റിയിട്ട് ഇവർ ആദ്യം എന്ത് വെച്ചാൽ അവർ പറഞ്ഞ് ഞങ്ങൾ നോക്കാം, പക്ഷെ ഇച്ചിരി കാശ് ചെലവാകും, 3 ദിവസത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇയാളെ കൊണ്ട് കുറെ പേപ്പറുകളിലെല്ലാം സൈൻ ചെയ്ത് വാങ്ങി. ആ സമയം എന്റെ കാലിൽ നിന്ന് 2 ലെയർ സ്കിൻ ശരീരം മൊത്തം പീൽ ചെയ്തു, ഉരിഞ്ഞ്. കാരണം കാലിലും തൊട, ബാക്ക് സൈഡ്, കൈ എല്ലാം. എന്റെ ഫേസ് മാത്രമേ ഉള്ളൂ ഒന്നും പറ്റാത്തത്, എല്ലാം പച്ചയോട്. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇതിന് മരവിപ്പിക്കാൻ പറ്റത്തില്ല, സെഡേഷൻ ഒന്നും തരാൻ പറ്റില്ല, പെയിൻ കില്ലർ ഒന്നുമില്ല, എല്ലാം സഹിച്ചേ പറ്റുള്ളൂ, ഞങ്ങളുടെ കൂടെ നിന്ന് സഹിച്ച് എല്ലാം ചെയ്താൽ നമ്മൾക്ക് നോക്കാം. അങ്ങനെ ഇവര് 2 ലെയർ സ്കിന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ പാത്രം കഴുകുന്ന ഈ പ്ലാസ്റ്റിക് റബ്ബർ ഇതാണല്ലോ, അതിനെന്താ പറയുന്നത്, അപ്പൊ അത് ഉപയോഗിച്ച് ശരീരം മൊത്തം തേച്ച്, കാരണം ഇത്രയും മണിക്കൂറുകളായതാ, തേച്ച് കഴുകി ഡെറ്റോൾ ഒഴിച്ച വെള്ളം. എന്റെ നിലവിളി എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിന് അപ്പുറം കേൾക്കാം, ആ രീതിയിലാണ് ഞാൻ കിടന്ന് നിലവിളിക്കുന്നത്. എന്നിട്ട് പഞ്ഞി വെച്ച് എന്നെ മൊത്തത്തിൽ റോൾ ചെയ്തു, ഡ്രസ്സൊന്നുമില്ല, റോൾ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ജയ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇയാളൊരു കാര്യം ചെയ്യുന്ന ICUലേക്ക് മാറ്റാൻ പോവാണ്, ഇയാൾ വലിയൊരു റൂം എടുത്ത് ഇരിക്കുക, ഞാൻ 2 ദിവസത്തിനകം പുറത്തു വരും. അപ്പൊ ഞാൻ ഇത് ഇത്ര സീരിയസ് ആണെന്നൊന്നും എനിക്കും അറിയത്തില്ല. തിരിച്ചു വരാം, തിരിച്ച് ഫാമിലിയായിട്ട് റൂമിൽ. അങ്ങനെ എന്നെ ICUലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ICU എന്ന് പറയുന്നത് 13ാമത്തെ നിലയാണ്, ബേൺ ICU. അപ്പൊ ഈ 13ാമത്തെ നില ഓപ്പണായി ഇറങ്ങുന്നത് ഈ കരിഞ്ഞ മാംസം കരിയുന്ന സ്മെല്ല്. ഈ ഞാന് കൊല്ലത്ത്, ഫസ്റ്റിന് അറിയാവോന്നറിയില്ല, കൊല്ലത്ത് കൂടി പണ്ട് പോകുമ്പോൾ പോളയത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ഹൈവേയിൽ ചുവാണ്ടത്തേക്ക് എല്ലാം പോകുന്നവർക്കെല്ലാം അറിയാം. അപ്പൊ അവിടെ ഈ ബോഡി എരിച്ചു കളയുന്ന ശ്മശാനമാണ്. അപ്പൊ ആ ഒരു സ്മെല്ല് ആ റോഡിൽ കൂടി പോകുന്നവർക്കെല്ലാം ഇങ്ങനെ അടിക്കും. അപ്പൊ അതേ സ്മെല്ലാ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ തൊട്ടടുത്ത് SM കോളേജിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ എനിക്ക് ഈ സ്മെല്ല്, അപ്പൊ ഞാന് ഈ ഫ്ലോറിലോട്ട് ഇറങ്ങിയതും എന്റെ മൂക്കിൽ അടിക്കുന്ന സ്മെല്ല് ഇതാണ്, ശവം കരിയുന്ന സ്മെല്ല്, ശവം ചീയുന്ന ഒരു സ്മെല്ല്. അപ്പൊ ഓരോ ഡോറ് തുറന്ന് തുറന്ന് എന്നെ അകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ 13ാമത്തെ നിലയിലേക്ക് എന്നെ മാറ്റി. അപ്പൊ ഈ സ്മെല്ല് അടിക്കുമ്പോ എനിക്കറിയാം, കാരണം ഓരോരോ മുറികൾ തുറന്ന് 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 ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഞാൻ അതിനകത്തോട്ട് കയറുമ്പോഴാണ് ആ ഒരു ഭീകരത, ഞാൻ വലിയൊരു ആപത്തിലേക്കാണല്ലോ പോകുന്നത് എന്നുള്ളൊരു തോന്നൽ. തിരിച്ച് അവിടെ ഒരു വലിയൊരു റൂമിനകത്ത് എന്നെ കിടത്തും, വലിയ വലിയൊരു ടേബിൾ, ആ ടേബിളിൽ ഞാനിങ്ങനെ കിടക്കുകയാണ്. അതിന്റെ മേളിലായിട്ട് വലിയൊരു വിൻഡ് കണക്ക് ഒരു AC ഇത് വന്ന് എന്റെ ശരീരത്ത് അടിക്കുന്നു. അപ്പൊ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി എന്നെ ഇട്ടേക്കുകയാണ്, ഡ്രസ് ഒന്നും ഇല്ല. അപ്പൊ ഈ തണുപ്പ്, റൂം തന്നെ ഭയങ്കരമായ തണുപ്പിലാണ്, AC ആണ്. അതിൽ നിന്നും അപ്പുറമായിട്ട് എന്റെ ശരീരത്ത് ഈ തണുപ്പ് അടിക്കാനായിട്ട്. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചു കൂവാണ്, കാരണം എന്റെ വേദന സഹിക്കാൻ വയ്യ. അപ്പൊ രാത്രി ഞാൻ കിടന്നു, ഫസ്റ്റ് ഡേ. 2ാമത്തെ ദിവസം രാവിലെ ഒരു ആയപ്പോഴത്തേക്ക് മെയിൻ ഡോക്ടർ, ചെറിയാൻ സാർ, ചെറിയാൻ സാറിന്റെയാണ് ഈ സ്ഥാപനം, ചെറിയാൻ സാർ അവിടെ വരും. ചെറിയാൻ സാർ വന്നു. അപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, എന്റെ ഡ്രസ്സ് കംപ്ലീറ്റ് അഴിച്ചു, എന്നെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, കാലിലും ശരീരത്തുമുള്ള പഞ്ഞി. അപ്പൊ ഇത് ഈ പച്ച മാംസവുമായിട്ട് ഒട്ടിയിരിക്കുന്നതല്ലേ, ഇതിങ്ങനെ വലിച്ചിളക്കുമ്പോഴുള്ള ആ ഒരു വേദന, ഞാൻ കിടന്ന് നിലവിളിക്കുക. അപ്പൊ എന്റെ 2 കാലിന്റെയും ഉപ്പൂറ്റിക്ക് മുകളിൽ വെച്ച് ഉരുകിപ്പോയായിരുന്നു 2 സൈഡും. അപ്പൊ ഞാന് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ
ഞാൻ വളരെ ഇതായിട്ട് റിക്വസ്റ്റ് ചെയ്യണം, എന്റെ ഈ കാല് മുട്ടിനെ താഴെ വെച്ച് മുറിച്ചു തന്നാൽ കൊള്ളായിരുന്നു. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പാസ്റ്ററെ, ആ ഒരു വേദന എന്ന് പറയുന്നത്. 64% ബേൺ ആയ ഒരാളുടെ ഒരു വേദനയാണ്. പ്രത്യേകിച്ച് കാലിന്റെ ഉപ്പൂറ്റിയുടെ ആ ഭാഗത്തുനിന്ന് ബ്ലഡ് പോകുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വേദന സഹിച്ചേ പറ്റുള്ളൂ, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് നോക്കാം. രണ്ടാമത്തെ ദിവസം എന്റെ കിഡ്നി ഫെയിലുവർ ആയി. അപ്പം അന്ന് രാത്രി ഫസ്റ്റ് ഡേയിൽ തന്നെ, ഒന്നാമത്തെ ദിവസം തന്നെ അതിന്റെ ഒരു ഭീകരത എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്ന വ്യക്തി, അനിൽ എന്ന് പറയുന്ന വ്യക്തി അതുവരെയും ജീവിച്ചിരുന്നിട്ടുണ്ടോ ഉള്ളൂ. കാരണം ഈ ഡ്രസ്സിങ്ങിലായാലും ഞാൻ രാവിലെ ഇടുന്ന ഡ്രസ്സ് ഉച്ചയ്ക്ക് ഇടത്തില്ല, ഉച്ചയ്ക്ക് ഇടുന്നത് വൈകിട്ട് ഇടത്തില്ല. എന്റെ മക്കളെ ഞാൻ നല്ലവണ്ണം ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവന്മാരെ എടുക്കത്തില്ല ഞാൻ, എന്റെ ഡ്രസ്സ് ഉടഞ്ഞു പോകും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ് കോഡ് കൊള്ളാം, അവരുമായിട്ട് സംസാരിക്കാൻ കൊള്ളാം എന്നുള്ളവരടുത്തേ ഞാൻ സംസാരിക്കത്തുള്ളൂ. ഒരു കാശിന്റെ അഹങ്കാരവും ഒരു വൃത്തികെട്ട സ്വഭാവമായ ഒരു ലൈഫായിരുന്നു. ഞാന് അവിടെ ഫസ്റ്റ് ഡേയിൽ മോഷൻ പോയിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റാതെ ആ മോഷന്റെ മേളിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ കിടന്നിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് വലിയ വായിലാണ് നിലവിളിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, കർത്താവ് ഇപ്പോഴാണ് കർത്താവേ എന്ന് വരുന്നത്, അന്ന് അയ്യപ്പ എന്നാ വരുന്നത്. ഇപ്പൊ എനിക്കിതൊക്കെ ആവശ്യമാണോ? കാരണം ഞാൻ ഇത്രയ്ക്കും പാവം ചെയ്തിട്ടുണ്ടോ? ശരിയാ, ഞാൻ പാവം ചെയ്തു. അങ്ങനെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഏറ്റു പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറയുമ്പോഴും കരയുമ്പോഴും എല്ലാം അയ്യപ്പ എന്ന് വിളിച്ചാ കരയുന്നത്. അയ്യപ്പ, ഞാൻ എന്ത് പാവം ചെയ്തു? ഞാൻ ഓരോ പ്രാവശ്യവും നിന്റെ അടുത്ത് വരുന്നില്ലേ, 5 കിലോ നെയ് വീതം കൊണ്ടുവരുന്നില്ലേ ഞാൻ? പക്ഷെ ഞാന് പാവം ചെയ്തിട്ടുണ്ട്. കാരണം അപ്പൊ ഞാൻ ഓരോന്ന് ഏറ്റു പറയാൻ തുടങ്ങി. മൂന്നാമത്തെ ദിവസമായപ്പം ജയെടുത്ത് രണ്ടാമത്തെ ദിവസം തന്നെ ജയെടുത്ത് ഡോക്ടർ പറഞ്ഞു, അറിയിക്കേണ്ടവരെ അറിയിക്കുക, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 3 ദിവസമല്ലേ അവര് പറഞ്ഞിരുന്നത്, രണ്ടാമത്തെ ദിവസം തന്നെ അവർ പറഞ്ഞു അറിയിക്കേണ്ടവരെ അറിയിക്കണം. അപ്പം ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഇയാള് യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഇടയിൽ എന്താ വെച്ചാൽ എനിക്കറിയാം ജയ യേശുവിലാണ് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ദുബൈയിൽ നിന്ന് വരുമ്പോ ഇയാളെ മാക്സിമം ടോർച്ചർ ചെയ്യുമായിരുന്നു. ടോർച്ചർ ചെയ്യാന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞങ്ങള് ഒരുമിച്ച് യാത്ര പോകുമ്പോൾ കാറിനകത്ത് ലോകമക്കളുടെ പാട്ട്, സിനിമാ പാട്ടും അയ്യപ്പന്റെ പാട്ടും വളരെ ഉച്ചത്തിലിടും. എന്റെ കൂടെ എന്റെ 2 മക്കൾ കൂടെ നിൽക്കും. അപ്പൊ ഇയാള് ബാക്കിൽ ഇരുന്നിട്ട് ഇയാള് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. പാട്ട് കേൾക്കുകയാണെങ്കിൽ അയാൾ അയ്യപ്പനെ അല്ല കേൾക്കുന്നത്, യേശുവിന്റെ ഇതാണ് അയാൾ കേൾക്കുന്നത്. അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇയാളെ മാക്സിമം പള്ളിയിൽ വിടാതിരിക്കുക. പിന്നെ നിർബന്ധിച്ച് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയാം, നമുക്കൊരു കാര്യം ചെയ്യാം, കൈകെട്ടി യേശു ഉണ്ട്, നമുക്ക് അവിടെ പോവാം. കൊല്ലത്ത് കൈകെട്ടി യേശു എന്ന് പറഞ്ഞ് കാത്തലിക്സിന്റെ വലിയൊരു ചർച്ച. അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോകും. അവിടെ പോയിട്ട് അവിടെ അച്ഛന്മാരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കും. ഇയാൾ അവിടെ ഒരിടത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കും. തിരിച്ച് ഞാൻ ചില ദിവസങ്ങളിൽ രാത്രി കാണുമ്പം ഇയാള് ഞാൻ ഉറങ്ങിയതിന് ശേഷം 11:30-12 മണിക്കൊക്കെ ചില പാസ്റ്റർമാരുടെ പ്രാർത്ഥന ടി വിയിൽ വെച്ച് കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ഇവരുടെയൊക്കെ ഈ ഡാൻസ് കണ്ടാലേ ഇയാൾക്ക് ഉറക്കം വരുള്ളൂ, ഇയാൾക്ക് പോയി കിടന്ന് ഉറങ്ങടേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ ഇയാള് TV ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി കിടന്നുറങ്ങും. അപ്പം മൂന്നാമത്തെ ദിവസം ജയ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഡോക്ടർ ഇങ്ങനെ പറയുകയും കൂടി ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എന്റെ മക്കളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു മക്കളെ കാണിക്കാൻ പറ്റില്ല, ജയെ കാണിക്കാൻ. അപ്പൊ ഇയാൾ വെളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇയാൾ എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ മുഖത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം വല്ല പച്ച ഡ്രസ് ഇട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പോഴും ഞാനത് നല്ലോണം ഓർക്കുന്നു, അനിയണ്ണ അയ്യപ്പ എന്ന് വിളിച്ചോ, ഒരു നേരം യേശു എന്ന് വിളിക്കും, ഒരു നേരം ഒന്ന് വിളിക്കും, യേശു സൗഖ്യം തരും. അപ്പൊ ഞാൻ ഇയാളെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതേ ഉള്ളൂ. ഇയാളങ്ങ് പോയി. തിരിച്ച് രാത്രിയായി, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. അപ്പം ഞാൻ എനിക്കറിയാം ഞാൻ ചില മരണത്തിലേക്കാ പോകുന്നത്. കാരണം ശരീരം മൊത്തം ഒരു അഴുകുന്ന കണക്കുള്ള ഒരു പരുവമായി.
ഞാൻ ആ ടേബിളിൽ കിടക്കുന്ന ഞാൻ എന്നിൽ നിന്നും വീഴുന്ന വെള്ളം താഴെ വീണ് 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 താഴെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം ഈ വെള്ളം ശരീരത്തിലെ ജലാംശം കംപ്ലീറ്റ് പോയി. എന്റെ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ ഇത് ചെയ്തിട്ടാണ് മരുന്നൊക്കെ കയറുന്നത്, കട്ട് ചെയ്തിട്ട്. പിന്നെ സ്മെല്ല് സഹിക്കാൻ വയ്യ. തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ പേഷ്യൻസ് ഒരുപാട് കിടപ്പുണ്ട്. തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന 95%, 100% എല്ലാം ബേണായ ആൾക്കാര്. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കുട്ടി, ഹസ്ബൻഡ് പെട്രോളോ മണ്ണെണ്ണയോ കണ്ട് ഒഴിച്ച് കത്തിച്ച് കൊണ്ടുവന്നിട്ടേക്കുന്ന ഒരു കുട്ടി. അത് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ കരച്ചില്, ഇതെല്ലാം കരച്ചിലുകളെല്ലാം സെപ്പറേറ്റ് റൂം ആണെങ്കിൽ നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ രാത്രി ആയപ്പോ ഞാനിങ്ങനെ അയ്യപ്പനോട് കരഞ്ഞ് എപ്പോഴും അയ്യപ്പനോട് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യപ്പനും വന്നില്ല, ആരും വന്നില്ല. ജയ വെളിയിലിരുന്ന് പട്ടിണിയായിട്ട് 3 ദിവസം പട്ടിണി ഇരുന്ന് വിളിക്കുന്ന ദൈവം യേശു, അത് ജീവനുള്ളതാണെങ്കിൽ എന്നെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ കരയുക. കുറച്ചു കഴിഞ്ഞു, ഒരു 10-11 മണിയായി കാണും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ് ഞാൻ വലിയ വായിൽ നിലവിളിച്ച് കരയുകയാണ്. അപ്പൊ ഞാൻ നോക്കാൻ നേരത്ത് എന്റെ ഞാൻ കിടക്കുന്ന തൊട്ടപ്പുറത്തായിട്ട് ഒരു ടി വി ഇരിപ്പുണ്ട്, ആ കോർണറിലായിട്ട്. അപ്പൊ ടി വി ഒന്നും ഞാൻ വച്ചിട്ടേ ഇല്ല. ടി വി കാണാൻ പോയിട്ട് നേരെ ചൊവ്വേ കണ്ണു തുറക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലാണ് പെയിൻ എടുത്ത് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാന് പറഞ്ഞത് ഇതേ ഉള്ളൂ, ജയ പട്ടിണിക്കിരുന്ന് വിളിക്കുന്ന ദൈവം ജീവനുള്ളതാണെങ്കിൽ എന്നെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചു നാളും കൂടെ ജീവിക്കണം. ഞാൻ കരയുന്നതും എല്ലാം ആ ഒറ്റ കാര്യത്തിനാണ്. കാരണം ഇനിയെങ്കിലും എനിക്ക് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം. അപ്പൊ ഞാൻ കാണുന്നത് എന്റെ റൂമിന്റെ ആ ടി വി ഇരിക്കുന്ന സൈഡിൽ ഭയങ്കരമായ ഒരു വെട്ടം ഞാൻ കാണുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഈ ലൈറ്റ് ഇട്ടതായിരിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പം അവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കും, നല്ല മുടിയും താടിയും എല്ലാം. അപ്പൊ ഞാനിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിയപ്പം ബാക്കിൽ ഇങ്ങനെ കുരിശ് ഞാൻ കാണുകയാണ്. അപ്പൊ ഞാൻ യേശുവെ എന്ന് വിളിച്ചു. അപ്പം എന്റെ ഒരു ഇതെന്ന് വെച്ചാല് അയ്യപ്പൻ വരും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അയ്യപ്പന്റെ സ്ഥാനത്ത് ജീവനുള്ള ദൈവം ഇറങ്ങി അവിടെ വരികയായിരുന്നു. എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ യേശുവെ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം. അപ്പൊ പറഞ്ഞു, നിന്നെ കൊണ്ട് കഴിയും, നിനക്കെടുത്ത് കുടിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇല്ല, നിന്നെ കൊണ്ട് പറ്റും, നീ ആ കമ്പിയിൽ. അപ്പം ഞാൻ വീഴാതിരിക്കാൻ ഈ ബെഞ്ചിൽ 2 കമ്പി വെച്ചിട്ടുണ്ട്, ആ കമ്പിയിൽ പിടിച്ചിട്ട് എഴുന്നേക്കാം. അപ്പൊ എന്റെ കൈയൊക്കെ ഒരു പ്രത്യേക ആംഗിളിൽ കെട്ടി ഞാൻ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഞാൻ ആ കമ്പിയിൽ പിടിച്ചിട്ട് ഞാൻ എഴുന്നേൽക്കുകയും എന്റെ അടുത്ത് വാട്ടർ ബോട്ടിലും എല്ലാം ഇച്ചിരി മാറിയിരുന്ന ടേബിൾ എന്റെ അടുത്ത് വന്നിരിക്കുക. അപ്പൊ ഞാൻ ഈ വെള്ളം എടുത്ത് കുടിക്കുക. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഇനി ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിത് മതി. അപ്പുറത്തെ മുറി കിടക്കുന്ന ആ പെൺകുട്ടിക്ക് ഒന്നുകിൽ അതിന് ജീവൻ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അതിനെയും കൂടെ അങ്ങ് കൊണ്ടുപോകണം. അപ്പൊ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. നിനക്ക് എപ്പോഴൊക്കെ എന്നെ കാണണം, അപ്പോഴെല്ലാം ഞാൻ നിന്റെ അടുത്ത് ഉണ്ടാവും. ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കെ തന്നെ ആ രൂപം അങ്ങ് മാഞ്ഞങ്ങ് പോവായിരുന്നു. അപ്പൊ എനിക്കൊരു വിശ്വാസം വന്നു, ഞാൻ രക്ഷപ്പെടും, ഞാൻ മരിക്കില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ കണ്ണ് യേശുപ്പ എന്ന്, അപ്പൊ എനിക്ക് ഈ കർത്താവേന്നോ അതൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ എന്റെ പാസ്റ്ററെ 21 ദിവസം എന്റെ കൂടെ യേശുപ്പ എന്റെ കൂടെ ആ മുറിയിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ കാണണം എന്ന് തോന്നുമ്പോഴെല്ലാം എന്റെ മുന്നിൽ വരികയും, കാരണം ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ് എന്നിൽ തന്നത്. ഫസ്റ്റ് ഡേയിൽ രാത്രി വന്ന് സെക്കൻഡ് ഡേയിൽ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, യഹോവ നിന്റെ ഇടയനാകുന്നു. അപ്പൊ ഞാൻ ഇന്നുവരെയും അതുവരെയും ഞാൻ ബൈബിള് തുറന്നു നോക്കിയിട്ടില്ല. എനിക്ക് യേശുവിനെ പറ്റി അറിയില്ല. ക്രിസ്ത്യാനികളുടെ എന്റെ 1-2 ഈ ബിജു അങ്ങനെ പലവരുടെ വീടുകളിൽ പോകുമ്പോൾ
ഒരു ചുവന്ന ബൈബിളിൽ ഒരു മാലയിട്ട് വെച്ചേക്കുന്ന അറിയാം. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ദുബൈയില്, ഞങ്ങള് റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പൊ അവൻ എവിടെയെങ്കിലും പോകുമ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പം ഒരു കൊന്ത എടുത്ത് അവൻ കയ്യിൽ വെച്ചേക്കും, ചെറിയൊരു മാല. അതവന്റെ ഒരു ശക്തിയാ, ഒരു ബലമാണ്. അതവൻ എവിടെയെങ്കിലും എവിടെ പോയാലും അത് അവന്റെ കഴുത്തിലോ ഇല്ലെങ്കിൽ കയ്യിലോ കാണും. അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അമുക്കി പിടിക്കുമ്പോൾ അവനൊരു ധൈര്യം. അപ്പം അല്ലാതെ എനിക്ക് ക്രിസ്ത്യാനികൾ ഒരുപാട് പേര് അറിയാന്നുണ്ടെങ്കിലും ഇവരുടെ ഇതോ ബൈബിളോ ഒന്നും ഞാൻ തുറന്നു നോക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ കാണുന്നത്, രണ്ടാമത്തെ ദിവസം യേശുപ്പ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു തരുന്നത്, യഹോവ നിന്റെ ഇടയനാകുന്നു, നിനക്ക് മുട്ടുണ്ടാകുകയില്ല, ഇത് ഞാൻ നിനക്ക് തരും. അപ്പം ജയ അന്ന് വൈകിട്ട് ജയ വരുന്നു. അപ്പൊ ഞാൻ അയാളുടെ അടുത്ത് കുറച്ച് അഹങ്കാരത്തോടു കൂടി തന്നെ പറഞ്ഞു, ഇയാളുടെ യേശു ഇന്നലെ എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ അയാൾ ആകെ, ഞാൻ പറഞ്ഞ യഹോവ നിന്റെ ഇടയനാകുന്നു, നിനക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പൊ അത് കൂടി കേട്ടപ്പം അപ്പൊ ഇയാൾ ചോദിച്ചു, യേശുപ്പ വന്നപ്പോ എന്താ സൗഖ്യം ചോദിക്കാത്ത, എന്താണ് സൗഖ്യം ചോദിക്കണ്ടായിരുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, പോടെ, ഇയാൾക്ക് അത് പറയാം. ഇവിടെ ഒരാളെ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൗഖ്യമല്ല ഞാൻ ചോദിച്ചത്, ഞാൻ അതാണ് വിശ്വസിച്ചത്. കാരണം എന്റെ കൂടെ കാരണം ഞാൻ ജയെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ സിസ്റ്റർമാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരാളെ, ജയോ ആരെങ്കിലും ഒരാളെ എന്റെ കൂടെ എന്റെ റൂമിലൊന്ന് ഇരുത്തിയിരുന്നു. എനിക്ക് ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എവിടെ പോയാലും എന്റെ ഫാമിലി എന്റെ കൂടെ ഉണ്ട്. ആ ഒരു അഹങ്കാരം, കാശ്, ആ സ്ഥാനത്ത് നിന്ന്, അതായത് നമ്മളുടെ ബൈബിളില് വചനം പറയുന്ന പോലെ ചേറ്റിൽ കിടന്ന എന്നെ, അതേ അനുഭവമായിരുന്നു. കാരണം യേശുപ്പ വന്നതിന്റെ രണ്ടാമത്തെ ദിവസം എനിക്കൊരു വചനം തരുന്നു, യഹോവ നിന്റെ ഇടയനാകും, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പിന്നെ എല്ലാം അവിടെ ഓരോ ദിവസവും ഓരോരോ മിറക്കിളായിരുന്നു പാസ്റ്റർ. ഓരോ ദിവസവും എല്ലാവരും അറിയത്തക്ക രീതിയിൽ എന്ന് വെച്ചാല് ഒരു ഒന്ന് രണ്ട് ഇത് ഞാൻ പറയാം. കാരണം നമ്മൾക്ക് അത് മൊത്തത്തിൽ പറഞ്ഞു വരണമെങ്കിൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ പോരാ. എന്നെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ ഞാനങ്ങ് ഓക്കെ ആയി. യേശു വന്ന് ഞാനങ്ങ് വളരെ നല്ല രീതിയിലായി. ഞാൻ രക്ഷപ്പെടും, എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ധൈര്യം എന്റെ പുറത്തു വന്നു. യേശുപ്പ വന്ന് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എന്നെ ഈ ഡ്രസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും. ഡ്രസ് ചെയ്യാൻ കൊണ്ടുപോകുക എന്ന് വെച്ചാല് വലിയൊരു സ്റ്റീലിന്റെ ഒരു പ്ലാറ്റ്ഫോം കണക്കുണ്ട്. അതിനകത്ത് നമ്മളെ എടുത്ത് കിടത്തിയിട്ട് ഒരു 6 സിസ്റ്റർമാര് കാണും. 3 പേര് ഇപ്പുറത്തും 3 പേര് ഇപ്പുറത്തും ഇരുന്നിട്ട് നമ്മളെ ഫുള്ളായിട്ട് കിടത്തിയിട്ട് ഈ ഡ്രസ്സിങ് മൊത്തം അഴിച്ചിട്ട് നമ്മുടെ ഈ ബീഫൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് അതേ കണക്കാണ് എന്റെ ശരീരത്തിൽ നിന്ന് ഇവർ ഈ പഴുപ്പുകൾ കുത്തിയെടുക്കുന്നത്. അപ്പോ ഭയങ്കര നിലവിളിയാ. അപ്പൊ ഇത് ഒന്നിടവിട്ട് ഇത് ചെയ്യും. അപ്പൊ നിലവിളി എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ നിലവിളിക്കുന്നത്. കാരണം ഇതിങ്ങനെ ഈ പഴുപ്പുകൾ വല്ലതും ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ഈ പച്ച മാംസത്തിൽ നിന്ന് ഇങ്ങനെ നുള്ളി നുള്ളി എടുക്കണം. ഈ കൊടിൽ വെച്ച് അവരിങ്ങനെ എടുക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് ചൂടുവെള്ളത്തിൽ ഡെറ്റോൾ ഒഴിച്ചിട്ട് തല കഴുകും. തല സോപ്പിട്ട്, അപ്പൊ ഈ സോപ്പിട്ട് എണ്ണ തേച്ച് സോപ്പിട്ട് കഴുകി, അപ്പൊ ഈ സോപ്പ് വെള്ളം നമ്മുടെ ശരീരത്തിൽ കൂടെ പോകുമ്പോൾ ചെറിയ ചൂട് ഡെറ്റോൾ വെള്ളവും സോപ്പും എല്ലാം കൂടെ കലർന്ന് നമ്മുടെ ശരീരത്ത് ഈ പൊള്ളിയ സ്ഥലത്ത് കൂടെ ഇറങ്ങിപ്പോണം. എന്നിട്ടാണ് ഇവര് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് പിന്നെ ഇതേപോലെ ഡ്രസ് ചെയ്യും. ഡ്രസ് ചെയ്ത് സ്ട്രക്ചറിൽ എടുത്ത് കിടത്തിയിട്ട് കൊണ്ടുവന്ന് ഇവര് 6 സിസ്റ്റർമാരും കാണും, 1-2 മെയിൽ അറ്റൻഡർമാരും കാണും. എന്നെ പൊക്കിയെടുത്ത് എന്റെ ബെഡിലേക്ക് കിടത്തും. ബെഡല്ല, അതൊരു ടേബിളാണ്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു ഉറക്കമാണ്. ആ ഉറക്കം എന്ന് വെച്ചാൽ ഒരു സമാധാനമുണ്ട്. എന്തെന്ന് വെച്ചാല് അടുത്ത ദിവസം കുളിപ്പീരില്ലല്ലോ. ആ കൊണ്ടുവന്ന് കിടത്തി ഉറയും കഴിഞ്ഞാൽ എപ്പോഴാണോ എഴുന്നേക്കുന്നത് അപ്പോഴായിരിക്കും പിന്നെ അടുത്ത ഇത് തുടങ്ങും. അപ്പം ഒരു ദിവസം കർത്താവ് വന്നതിന് ശേഷം, യേശുപ്പ വന്നതിന് ശേഷം ഇങ്ങനെ ഡ്രസ്സിങ് കഴിഞ്ഞ് എന്നെ
ഇതില് കിടത്തിയേക്കാണ്. എന്റെ ടേബിളിലേക്ക് എടുത്ത് കിടത്തണം. അപ്പം തൃശ്ശൂര് വെടിമരുന്ന് ഉണക്കാനിട്ടത് വാരിയിടാൻ നേരത്ത് പൊട്ടിത്തെറിച്ച് ഒരു പയ്യനെ 100% ബേൺ ആയിട്ട് കൊണ്ടുവന്ന് കിടത്തി. അപ്പൊ ഇവരെല്ലാരും കൂടെ ഓടി അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് എന്റെ ബെഡിൽ കയറി കിടന്നാലേ സ്വസ്ഥമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ സിസ്റ്റർമാര് അത് കിടത്തുന്നതിന് മുമ്പേ അവർ ഓടിപ്പോയി കളഞ്ഞു. അപ്പൊ ഞാൻ എന്റെ റൂമിൽ സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് കയറി കിടക്കാൻ പറ്റത്തില്ല, മറ്റത് ഭയങ്കര പൊക്കമാണ്. മൊത്തത്തില് എന്റെ ശരീരം മൊത്തം പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കുക. അപ്പൊ ഞാന് യേശുപ്പ എനിക്ക് കിടക്കണം, യേശുവേ. ഇവര് വന്ന് കാണുന്നത് ഞാൻ അതിൽ കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നതാണ്. അപ്പൊ ഇവര് ചോദിച്ചു, ഇതെങ്ങനെ കയറി കിടന്നു? എനിക്കറിയില്ല. അപ്പൊ ഇതെല്ലാം ഇവര് ജയെടുത്ത് വെളിയിൽ പറയും. അച്ഛൻ ഓരോരോ കുസൃതികളൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാല്, ഈ കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ശരീരത്ത് ഈ കെട്ടിവെച്ചേക്കുന്നത് ഇങ്ങനെ പതുക്കെ അഴിക്കുമ്പോഴത്തേക്ക് ഈ പൊറ്റ ഉണ്ടാവും. അപ്പൊ എന്റെ ഈ ഷോൾഡർ, കൈയെല്ലാം ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഫ്രീ ആയി, കെട്ടേണ്ട കാര്യമില്ല. പിന്നുള്ളത് കാലിലായിരുന്നു. വലിയ തൊടേന്ന് അങ്ങോട്ട് താഴോട്ട് ഭയങ്കരമായ പൊള്ളലായിരുന്നു. അപ്പൊ ഈ തൊടയിലുള്ള ഇതെന്ന് പറയുന്നത് വലിച്ചിളക്കുമ്പം ജീവൻ പോകുന്ന വേദനയാണ്. അപ്പൊ യേശുപ്പ എന്താ ചെയ്യുന്ന വെച്ചാല്, തലേന്ന് രാത്രി കുളിപ്പിക്കുന്നതിന്റെ അന്ന് രാത്രി തലേന്ന് ഇത് മൊത്തം ഇളക്കി വെച്ചേ. അപ്പൊ സിസ്റ്റർമാര് വിചാരിക്കുന്ന അടുത്ത ദിവസം രാവിലെ അവര് വന്ന് കാണുമ്പോ അവര് വിചാരിക്കുന്ന, എന്നിട്ട് എന്റെ ഈ ശരീരത്തെ ഫസ്റ്റ് വരുന്ന ഈ നമ്മളുടെ ഈ പുള്ളിയിട്ട് വരുന്ന ആ മാംസം ഇളക്കി കളയണം, ആ തൊലി ഇളക്കി കളയണം. അപ്പൊ ഇവരിത് അവരുടെ കത്തി കൊണ്ടൽ അങ്ങനെ എന്തോ വെച്ച് കംപ്ലീറ്റ് ചുരണ്ടി 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 കളയും. ഭയങ്കര വേദനയാണ്. അപ്പൊ ഇവര് വന്ന് കാണാൻ നേരത്ത് ആ ഇളക്കി കളയേണ്ട സാധനങ്ങളെല്ലാം ഇളക്കി താഴെ ഇട്ടിട്ടുണ്ടാവും. എന്റെ കാലിലെ കെട്ട് സിസർ വെച്ച് കട്ട് ചെയ്ത് ഇളക്കി വെച്ചേക്കുന്ന കണക്ക് ഇളക്കി വെച്ചേക്കും. അപ്പൊ സിസ്റ്റർമാർക്ക് ഭയങ്കര അത്ഭുതവുമാണ്. കാരണം എന്റെ കയ്യില് സിസർ ഇല്ല, കത്തിയോ ഒന്നുമേ എന്റെ കയ്യിലില്ല, ബ്ലേഡ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇതെല്ലാം ഇളക്കി ക്ലിയർ ആക്കി വച്ചിരിക്കുകയാണ്. അപ്പൊ ഇവരിത് കംപ്ലൈന്റ് ആയിട്ട് ജയെടുത്ത് പറയും. അച്ഛൻ എന്തൊക്കെ കാണിക്കുന്ന അറിയാമോ, എല്ലാം ഇളക്കി എവിടെന്നാ. എന്തായാലും അവർക്ക് ഒരു കാര്യം, ചാക്കോ സാർ എന്ന് പറയുന്ന MDക്ക് ഉൾപ്പെടെ ഒരു കാര്യം അറിയാം, സംതിങ് ഹാപ്പൻ, എന്തോ അവിടെ സംഭവിക്കുന്നു. ഞാൻ വെറുതെ ഒരാള് വിചാരിച്ചുകൊണ്ട് മാത്രമല്ല ഇയാളിൽ എന്തോ ഒരു ഇതുണ്ട് എന്നുള്ളത്. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവെന്ന് പറയുന്നത്, 21 ദിവസം കർത്താവ് എന്റെ കൂടെ ആ മുറിയിലുണ്ടായിരുന്നു. ആ മുറിയിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, യേശുപ്പ ആരാണെന്നും ഇനി വരുവാനുള്ള കാലത്തെ പറ്റിയും എന്താണ്, ഇനി വരുന്ന ലോകം എങ്ങനെയുള്ളതാണ്, എല്ലാ കാര്യങ്ങളെ പറ്റിയും എനിക്ക് വ്യക്തമായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും എല്ലാം ചെയ്തു. രണ്ടാമത്തത് എന്ന് പറയുന്നത്, ഹോസ്പിറ്റലിൽ തന്നെ എല്ലാവർക്കും ഒരു മിറക്കിളായിട്ട് വെച്ചാൽ, എന്നെ അവിടെ നിന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് 10-25 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. 25ഒന്നും ആയിരിക്കത്തില്ല. അപ്പം ഞാന് കർത്താവിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ, കാര്യങ്ങളെല്ലാം ചോദിക്കുമായിരുന്നു. അപ്പൊ എന്റെ ഒരു സ്വഭാവം തന്നെ മാറി. അപ്പോ ഞാന് കർത്താവിന്റെ അടുത്ത് ചോദിച്ചു, എനിക്കൊന്നും അറിയത്തില്ല. അപ്പം എന്റെ ദുബൈയിലുള്ള ഫ്രണ്ടിന്റെ കയ്യിലൊരു കൊന്ത ഇരിപ്പുണ്ട്, ബലം അതാണ് എന്നുള്ള രീതിക്ക് ഞാൻ കർത്താവിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ കയ്യിലൊരു മാലയുണ്ട്, ഒരു കൊന്ത. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്നെ വിളിക്കുന്നതിന് ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല, നിനക്ക് എപ്പോഴും വേണമെങ്കിലും എന്നെ വിളിക്കാം, എപ്പോഴും ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ആ 21 ദിവസം എന്റെ കൂടെ ഇരുന്ന് എനിക്ക് ബൈബിൾ എന്താണെന്നും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരിക. ഞാൻ എല്ലാം ഓക്കെ ആയി, എനിക്ക് കുഴപ്പമില്ല. കാലില് മുട്ടിന് താഴോട്ട് മാത്രം കുറച്ച് കരിയാനുണ്ട്. അതേസമയം ആ ഹോസ്പിറ്റലിൽ 30-40 ദിവസമായി. അതായത് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മോനുണ്ട്, അവനൊരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുകയായിരിക്കും. ഒരു 10-12-13 വയസ്സ് വരും. അവന്റെ അമ്മ ചപ്പ് ചവറ് വാരി തീ ഇട്ടോണ്ടിരിക്കാൻ നേരത്ത് വീട്ടില് ഇവൻ അവിടെ കിടന്ന ഒരു സ്പ്രേ കുപ്പി എടുത്ത് തീയിലേക്ക് ഇടുകയും
തീ വന്ന് ഇവന്റെ കൈയുടെ ഇത്രയും ഭാഗം മാത്രം പൊള്ളിപ്പോയി. അവൻ 10-35 ദിവസമായിട്ടും അതിനകത്ത് കിടക്കുകയാണ്, ICUലാണ്. അപ്പൊ അവൻ ഈ കൈ മാത്രം കെട്ടിവെച്ചിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നതും എല്ലാം എനിക്ക് കാണാം. പിന്നെ ഒരുപാട് പേര് അതേപോലെ ആ അതിനകത്ത് ഒരുപാട് റൂമുകളുണ്ട്. അതിനകത്ത് ആൾക്കാർ കിടക്കും. അവിടെ നിന്ന് 21 ദിവസം കർത്താവ് എന്റെ കൂടെ ഇരിക്കുകയും 22ാമത്തെ ദിവസം അപ്പൊ ഇവിടെ നിന്ന് ഞാന് വീട്ടിൽ എല്ലാവരും ഡോക്ടർമാരെല്ലാരും പറയുന്നത് വെച്ചാല് ഞാൻ ഇവിടെ നിന്ന് പോയാൽ തൊട്ടടുത്ത് റൂം എടുക്കണം. ഹോസ്പിറ്റലിൽ തന്നെ റൂം എടുത്തിട്ട് റൂമിൽ 2-3 മാസം കിടക്കേണ്ടി വരും. എന്റെ ആദ്യത്തെ ഒരു ഡോക്ടേഴ്സിന്റെ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ഇത്. പിന്നെ ഇവര് ഉടനെ അടുത്തത് പറഞ്ഞു തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് 2 ലെയർ സ്കിൻ വരത്തില്ല, എനിക്ക് ഹെയർ വരത്തില്ല, എന്റെ ശരീരത്ത് ഹെയർ ഒന്നും വരത്തില്ല. 2 നോർമൽ ക്ലൈമറ്റിൽ എനിക്ക് ജീവിക്കാൻ ഇനി പറ്റില്ല. കാരണം 2 ലെയർ സ്കിൻ വരാത്തതുകൊണ്ട്. കാരണം എന്റെ ശരീരം കാലിലും എല്ലാം. മൂന്നാമത് ഇവര് പറഞ്ഞതെന്ന് വെച്ചാല് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നല്ലവണ്ണം ഇനി നടക്കാൻ പറ്റത്തില്ല. കാരണം ഉപ്പൂറ്റിയുടെ അവിടെ മാംസമില്ല. ഇങ്ങനെ ഒരു വെട്ടുകൊണ്ട് നമ്മുടെ ഈ തെങ്ങില് കയറാനായിട്ട് കൊത വെട്ടുമല്ലോ, അതേ കണക്ക് വെട്ടി അത്രയും ഭാഗം ഉരുകി അങ്ങ് പോയതാണ്. അപ്പൊ എനിക്ക് നടക്കാൻ പറ്റില്ല, നോർമൽ ക്ലൈമറ്റിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞു. പക്ഷെ അവിടെയെല്ലാം അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്റെ അപ്പ എനിക്ക് അത്ഭുതമായ വിടുതല എനിക്ക് തന്നത്. 21 ദിവസം ഞാൻ അവിടെ കിടന്നു. എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ടായിരുന്നു. 22ാമത്തെ ദിവസം ഹോസ്പിറ്റലുകാര് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എന്നെ അവിടെ നിന്ന് നേരെ എന്റെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. 64% ബേണായി, നടക്കാൻ പറ്റില്ല. ഉപ്പൂറ്റിയുടെ മോൾ ഭാഗം രണ്ടും ഞാൻ എപ്പോഴെങ്കിലും പാസ്റ്റർ ആയത് ഞാൻ കാണിച്ചു തരാം എന്റെ കാല്. ഇപ്പൊ എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ശരീരത്തിൽ നിന്ന് ബേണായ സ്കിന്ന് പോവല്ലേ എന്നുള്ളതാണ്. കാരണം ഇനി കാലില് മാത്രമേ ഉള്ളൂ. എന്റെ ശരീരമെല്ലാം ഇപ്പോഴും എന്റെ കൈയും എന്റെ ശരീരവും ഒന്നും കണ്ടാൽ 56 വയസ്സുള്ള ഒരാളുടെ ശരീരമാണെന്ന് പറയത്തില്ല. കാരണം കർത്താവ് എനിക്ക് തന്നതാണ്. 22ാമത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എന്റെ ഭവനത്തിലേക്ക് പോകുന്നു, കൊല്ലത്തേക്ക്. എറണാകുളത്ത് നിന്ന് നേരെ കൊല്ലത്ത് വരികയും കൊല്ലത്തുനിന്ന് 1 മാസത്തിനകം എന്റെ കാലെല്ലാം പഴയത് കണക്കായി. ഞാൻ വണ്ടി ഓടിച്ച് എന്റെ ഫാമിലി ആയിട്ട് ഈ ഹോസ്പിറ്റലിൽ വരികയാണ്. ഈ ഹോസ്പിറ്റലിൽ വരികയും ഡോക്ടറെയും സിസ്റ്റർമാരെയൊക്കെ കണ്ട് കെട്ടിപ്പിടിച്ച്, അപ്പോഴും അവിടെ പേഷ്യൻസ് എല്ലാം അവിടെ ഉണ്ട്. എന്നെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു അവർക്കൊന്നും വിശ്വസിക്കാൻ, ഡോക്ടേഴ്സിനായാലും അവിടെ ഉള്ളവർക്കായാലും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു എന്റെ ഒരു അങ്ങനെ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്റെ അസുഖവും കൂടിക്കൂടി വന്നു, ബ്ലഡ് പോകുന്നത്. അങ്ങനെ ലേക്ക് ഷോറിൽ കാണിച്ചു. ലേക്ക് ഷോറിൽ ഡോക്ടർ വേണുഗോപാൽ എന്ന് പറയുന്ന വിസിറ്റിംഗ് പ്രൊഫസറെ അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു 30 lakhs കൂടി ചെലവാകും. അപ്പൊ ബേണിന് തന്നെ നല്ലൊരു എമൗണ്ട്, വലിയൊരു എമൗണ്ട് ബേണിനായി, ഹോസ്പിറ്റലിലായി. അപ്പൊ ഇവിടെ ഒരു 6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അമൃതയിലായി. അപ്പൊ അവര് പറഞ്ഞു 30 ലക്ഷം രൂപയും കൂടെ ചെലവാക്കിയിട്ട് ഒരു സർജറി ചെയ്തിട്ട് നമ്മുടെ ബാഗ്, റെക്ടത്തിന്റെ പിന്നെ വർക്ക് ചെയ്യത്തില്ല, അതിന് പകരം വയറ്റില് വലത് സൈഡായിട്ട് ഒരു ബാഗ് ഫിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ മോഷൻ അപ്പോഴും തന്നെ ഈ ബാഗിൽ വരും. അത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല, ഇത്രയും നാള് ഞാൻ നല്ല ഇതായിട്ടാണ് നടന്നത്. ഇല്ല, അതിന്റെ ആവശ്യമില്ല, നമുക്ക് RCCയിൽ പോകാം, പൈസയൊന്നും എല്ലാം കുറഞ്ഞു വരുന്നു. അങ്ങനെ നേരെ RCCയിൽ വരികയും അവിടെ ഡോക്ടർ ഇക്ബാൽ സാറിനെ കാണുകയും ഇക്ബാൽ സാറിന്റെ ട്രീറ്റ്മെന്റ് ആയി. എന്റെ കയ്യിൽ ഇപ്പോഴും എന്റെ പേഴ്സിൽ ഇരിപ്പുണ്ട് RCCയിലെ കാർഡ്. ഇതിനിടയിൽ തന്നെ ഞാൻ എറണാകുളത്ത് ലേക്ക് ഷോറില് ഗംഗാരൻ സാറിന്റെ ട്രീറ്റ്മെന്റും 3 ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു എന്റെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതിനിടയിൽ 2 സർജറി എനിക്ക് കൊല്ലത്ത് വെച്ച് നടത്തി. RCCയിലെ ഡോക്ടർ ഇക്ബാൽ സാർ പറഞ്ഞ അനുസരിച്ച് രക്തത്തിന്റെ ഒരു 6 ഇഞ്ച് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഗോൾ ബ്ലാഡർ മൊത്തത്തിൽ എടുത്തു കളഞ്ഞു. അപ്പം ഡോക്ടർമാരെല്ലാം വിധി എഴുതി, രക്ഷയില്ല. കാരണം എന്റെ വെയിറ്റ്
104 105 കിലോയാണ് എനിക്ക് അന്നും ഇന്നും എന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആയി എന്ന് പറഞ്ഞ് എന്റെ വെയിറ്റ് 62 കിലോ ആയി. ഡോക്ടർമാർ പറഞ്ഞു രക്ഷയില്ല. അപ്പം ഈ ഇക്ബാൽ സാറ് എന്നെ വീട്ടിൽ വിളിക്കും, എങ്ങനെയുണ്ട്. അപ്പം അതും ഇതേപോലെ RCCയിലെ പല 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 അനുഭവങ്ങളാണ്. പക്ഷെ അവിടെയും എന്റെ അപ്പ എന്നെ ആ ക്യാൻസറിന് കൊടുക്കാതെ അത്ഭുതമായിട്ട് ഗംഗാരൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്നൊന്ന് നോക്കണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷന് പോകാനായിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്താ ഇനി അതിന് തന്നെ പൈസ വേണം, ഇതിന് നല്ലൊരു എമൗണ്ട് ആവും. അന്ന് ഇത് വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒന്ന് നോക്കിയേ പറ്റുള്ളൂ, എന്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടോ എന്ന് എനിക്കറിയാം. അപ്പൊ ഡോക്ടർ അവസാനം വളരെ നിർബന്ധിച്ചിട്ട് അന്ന് കേരളത്തിലെ 2 ഹോസ്പിറ്റലിലെ പെറ്റ് സ്കാൻ എടുക്കുള്ളൂ. പെറ്റ് സ്കാൻ ആണ് ഇതിന് എടുക്കുന്നത്. ഒന്ന് നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലും, രണ്ട് ആ, അമൃതയിലും. അങ്ങനെ അമൃതയിലേക്ക് എനിക്ക് ഇത് കിട്ടി. ഞാൻ അമൃതയിൽ ഇതിന് വിധേയനായി. 2 ദിവസം കഴിഞ്ഞപ്പം എന്റെ ഒരു മോളാണ് റിസൾട്ട് വാങ്ങിച്ച് അവള് നോക്കിയിട്ട് പറഞ്ഞു, അങ്കിളുടെ ശരീരത്ത് ക്യാൻസറിന്റെ സെല്ലുകൾ ഇല്ല, ക്യാൻസർ ഇല്ല. 2 3 സർജറി അതിനുവേണ്ടി നടത്തി. രക്ഷപ്പെടത്തില്ല എന്ന് ഡോക്ടർമാരെല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് അവർ വിധി എഴുതി. ആ സ്ഥാനത്ത് എന്റെ അപ്പ എന്നെ തൊട്ട് അത്ഭുത സൗഖ്യം എനിക്ക് തരികയും, അങ്ങനെ ഞാനും എന്റെ 2 മക്കളും ഇനി ഞങ്ങള് ജീവിതം കർത്താവിന് എന്ന രീതിയിൽ ഞങ്ങൾ സ്നാനപ്പെടുകയും എന്റെ മക്കളും സ്നാനപ്പെട്ടു. പിന്നെ എവിടെയെങ്കിലും അല്പമെങ്കിലും സമയം കിട്ടിയാൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഞങ്ങൾ ഓടിപ്പോകും. ആ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ നേരത്ത് ഒരുപാട് ഓരോ ദിവസവും ഞങ്ങൾക്ക് സാക്ഷ്യത്തിന്റെ, ഞാൻ ഒരു ബുക്ക് ഇടയ്ക്ക് വായിച്ച സാക്ഷ്യ കൂമ്പാരം എന്ന് പറയുന്നത്, അതിനേക്കാൾ ഉപരിയായിട്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തില് എന്നിലും ജയയിലും എന്റെ 2 മക്കളിലും കർത്താവ് ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ എന്റെ കുറച്ച് കാശ് ചെന്നൈയിൽ അകപ്പെട്ടു പോയായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെന്നൈയിലായിരുന്നപ്പോൾ ജയ എല്ലാരും കൂടി കൊറോണ ടൈമിൽ ചെന്നൈയിൽ വന്നു. അയാൾക്ക് 2 പ്രാവശ്യം കൊറോണ പിടിപെട്ടു. മൂന്നാമത്തെ ഇതില് ഇയാൾക്ക് സർജറി ചെയ്യാനായിട്ട്, ഒരു മൂക്കിൽ ഒരു സർജറിയാണ്. അപ്പൊ അവര് പറഞ്ഞു 24 hours മതി, 24 മണിക്കൂറിനകം സർജറി ചെയ്ത് വീട്ടിൽ പോകാം എന്നുള്ളതായിരുന്നു. ചെന്നൈയില് ആയിരുന്നു സർജറി പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയാക്കി. അപ്പൊ ഞാൻ ഇയാളുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാനും എന്റെ ഇളയ മോനും ജയ് മാത്രമേ ഉള്ളൂ ചെന്നൈയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, വീട്ടിലെങ്ങാനും പറയണോ സർജറി? അവർ പറഞ്ഞു, പറയണ്ട, കുഴപ്പമില്ല, നമുക്ക് ഞാൻ ഇറങ്ങിയിട്ട് സർജറി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം വീട്ടിൽ വിളിച്ച് അത്ഭുതമായിട്ട് പറയാം. അപ്പൊ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഇയാളുടെ 1:30 മണിക്ക് തിയേറ്ററിലേക്ക് പോവാണ്. 2 മണി തൊട്ട് 3 3:30 മണി വരെ സർജറി ഉണ്ടാവും. 1:30 മണിക്ക് പോവാൻ നേരത്ത് പ്രാർത്ഥിച്ചു, പോയി. 2 മണി, 2:30, 3, 3:30, 4 ഇയാളെ കാണുന്നില്ല. 5 മണിയായി, 6 മണിയായി, രാത്രി 8 ആയി, 9 ആയി. 9 മണിയായപ്പോൾ എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അയാൾ ചെന്നൈയിലെ നമ്പർ 1 ബിസിനസ്മാൻ ആണ്. അയാൾ അങ്ങനെ വരാറില്ല, അയാളെല്ലാം വന്നേക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഇല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കെ ജയെ വെന്റിലേറ്ററിൽ സഹായത്തോടു കൂടി കൊണ്ടുപോകുന്നു. അപ്പൊ ഞാൻ പലർക്കും ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കായിട്ട് പോയി നിന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരുവിധ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. അപ്പൊ വെന്റിലേറ്ററോടുകൂടി അയാൾ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ബോധം കെട്ട് വീഴുകയും, പിന്നെ ഡോക്ടർമാര് ഇത് പറഞ്ഞു, ഷീസ് നോ മോർ, അയാൾ ജീവിച്ചിരിപ്പില്ല. ഓപ്പറേഷൻ ടൈമില് കാർഡിയാക് അറസ്റ്റ് വന്നു. ഞങ്ങള് 1 2 പ്രാവശ്യം CPR കൊടുത്തു, രക്ഷപ്പെട്ടില്ല. ഇപ്പൊ വെന്റിലേറ്ററിലാക്കി ഇട്ടേക്കാണ്. നാളെ ബോഡി ഇപ്പം വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് ബോഡി കൊണ്ടുപോകാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നും സംഭവിക്കില്ല. കാരണം എന്റെ അടുത്ത് എന്റെ അപ്പ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, ഞാൻ ഫാമിലി ആയിട്ട് ലോകരാജ്യങ്ങളിൽ സാക്ഷ്യം പറയുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ജയിലില്ലാതെ ഒരു സാക്ഷ്യം ഇല്ലല്ലോ. മുട്ടുകാലിൽ നിന്നു എനിക്കറിയാവുന്ന പലരെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 5 മണിയായപ്പോൾ സിസ്റ്റർമാർ ഓടി വന്നു, പെട്ടെന്ന് അകത്ത് വിളിക്കുന്നു, ICUവിൽ.
പോയപ്പോ ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. നോക്കിയപ്പോ ഇയാൾക്ക് ബോധം വന്നു. അപ്പം ഇയാള് പോവാൻ നേരത്തെ യേശുപ്പാടുത്ത് പറഞ്ഞിരുന്നു, യേശുപ്പ എന്റെ കൂടെ കയറി കിടക്കണം, എനിക്കൊന്നും സംഭവിക്കുന്നത്, എന്റെ കൂടെ കയറി കിടക്കണം. അപ്പൊ ഇയാള് നോക്കുന്നത് ഭയങ്കരമായ ഇരുട്ടാണ്. അപ്പൊ യേശുവും ദൂതന്മാരും ആയിട്ട് വലിയൊരു കൂട്ടം ഇയാളുടെ അടുത്തോട്ട് വരുന്നു. അപ്പൊ യേശു ഇയാളുടെ അടുത്തോട്ട് വന്നപ്പോ ഇയാൾ പറഞ്ഞു, യേശുപ്പ ഞാൻ എന്റെ കൂടെ കിടക്കാനല്ലേ പറഞ്ഞേ. അപ്പൊ യേശുപ്പ കയറി ഇയാളുടെ കൂടെ കയറി കിടന്നു. അപ്പൊ ആ ആണിപ്പിണരുള്ള കരം ആ ശരീരത്ത് വെച്ചു. ശരീരത്ത് വെച്ചപ്പോഴത്തേക്ക് ഇയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി, കണ്ണു തുറക്കുകയായിരുന്നു. അങ്ങനെ അയാൾക്ക് വീണ്ടും ഒരു ജീവിതം കൂടി എന്റെ അപ്പ കൊടുത്തു, എനിക്കൊരു ജീവിതം തന്നു. എന്റെ മക്കൾക്കായാലും ഈവൻ എന്റെ ഇളയ മോൻ, ഞങ്ങള് ചെന്നൈയിലായി, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായി, എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം ചെന്നൈയിലായി. അപ്പൊ ഞാന് എന്റെ പിതാവിന്റെ സ്ഥാനത്ത് കാണുന്ന, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നതാണ് നമ്മുടെ പി ജി അങ്കിളിനെ, പി ജി വർഗീസ്. അപ്പൊ അദ്ദേഹം എന്റെ ഭവനത്തിൽ വരികയും, അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ ചെന്നൈയിൽ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം പലപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഈ സാക്ഷ്യ ലോക രാജ്യങ്ങൾ അറിയേണ്ടതാണ്, വേറൊരു ദിവസം പോരെ, നമുക്ക് ചെന്നൈ എല്ലാം മതിയാക്കിങ്ങി പോരെ, നമുക്ക് കേരളത്തിൽ തന്നെ ഇത് ചെയ്യാം, അവർ പൈസയൊക്കെ കൊണ്ടുവന്ന് തരുമെന്നേ, അതൊക്കെ കളയി എന്ന് പറയും. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഞാന്, എന്റെ വൈഫ് ഒരു ശുശ്രൂഷകനെ കണ്ടു ഓൺലൈനിൽ. അപ്പൊ ഞങ്ങള് അവിടെ ഒരു ഹോട്ടലിൽ അടച്ചിട്ട മുറിക്കുള്ളിൽ അകപ്പെട്ടതുപോലെയാണ്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, കൊറോണയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പല TV പ്രോഗ്രാം കണ്ടു. അപ്പൊ അദ്ദേഹവുമായിട്ട് ഞാനും ഒന്ന് TV-ലൊന്ന് കാണാനിടയായി. നസ്രത്ത് മിനിസ്ട്രീസ് എന്നാണ് അതിന്റെ പേര്. അപ്പം ജിയോ പാസ്റ്റർ എന്നാണ്, ജിയോ ബേറാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, സുഖമായിട്ടിരിക്കുന്നു, എവിടെയാ വീട് എന്നെല്ലാം ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ ചെന്നൈയിൽ നിൽക്കാൻ കാരണം, ഞാൻ പറഞ്ഞു, അത് നാട്ടിലേക്ക് പൊയ്ക്കോളൂ, നിങ്ങൾക്കുള്ളത് നാട്ടില് കർത്താവ് തരും, നിങ്ങൾ ചെന്നൈയിൽ കിടക്കേണ്ടതല്ല, നാട്ടിൽ പോയിട്ട് ശുശ്രൂഷ, ദൈവവേല കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ മതി. അപ്പൊ ഇവര് രണ്ടുപേരും പറഞ്ഞപ്പോ ആ പൈസ എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട്, കിട്ടുമ്പോ കിട്ടട്ടെ എന്നുള്ള രീതിക്ക് ഞങ്ങൾ എല്ലാവരും നാട്ടിലേക്ക് വരികയും ഇവിടെ വന്നു ദൈവത്തിന്റെ വേല ചെയ്യുക. അപ്പൊ എന്റെ ഇളയ മോൻ +2 കഴിഞ്ഞു, അവനെ എങ്ങനെയെങ്കിലും കോളേജിലേക്ക് ആക്കണം. അപ്പൊ അവന് വലിയ ആഗ്രഹമാണ്, കാരണം അവൻ ഏത് വണ്ടി പോയാലും അത് ഏത് വണ്ടിയാണ്, വണ്ടിയുടെ ബോർഡൊന്നും കാണണ്ട, ഒരു ടയർ കണ്ടാലും മതി, അവൻ ആ വണ്ടിയുടെ കംപ്ലീറ്റ് മെക്കാനിക്കൽ പരമായിട്ട് അവൻ ഭയങ്കര അറിവാണ്. അപ്പൊ ഇവന് ആഗ്രഹിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ, പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് കോളേജ് ഉണ്ട്, അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുള്ളത്. അപ്പം അവിടെ ഗവൺമെന്റ് കോളേജാണ്, കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. വെയിറ്റിംഗ്, നമ്മുടെ ഇവരുടെ ലിസ്റ്റിൽ വന്നാലേ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത്, ഒരു കാര്യം ചെയ്യും, പാലയിലെ ഇതിൽ നീ ജോയിൻ ചെയ്, എന്നിട്ട് പഠിക്കാൻ നോക്ക്, അടുത്ത വർഷമെങ്കിലും കിട്ടുമല്ലോ. അപ്പൊ പാലയിലെ കോഴ്സിനായിട്ട് ഇവൻ പൈസ അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തായാലും എൻട്രൻസ് എഴുതുന്നു, കിട്ടുന്നോ അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പൊ അവന്റെ അമ്മയും എല്ലാം പറഞ്ഞു, എൻട്രൻസ് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എൻട്രൻസ് എഴുതി, ജസ്റ്റ് പേരിനൊന്ന് പോയി അറ്റൻഡ് ചെയ്തു, കാരണം അവൻ എൻട്രൻസ് ഒന്നും അറിയില്ല. അവൻ 2 വർഷവും ഞങ്ങളുടെ കൂടെ തമിഴ്നാടായിരുന്നു. പക്ഷെ എന്റെ പാസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ലിസ്റ്റിൽ ഇവൻ ആഗ്രഹിച്ച കോളേജിന്റെ പേര് ഇവന് ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഇവന് കർത്താവ് ഒരുക്കി കൊടുത്തു. വലിയ അത്ഭുതമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ കോളേജ് മാനേജ്മെന്റിനെ കണ്ടിട്ട്, NRI കോട്ടയിൽ 1,50,000 രൂപ ഫീസാവും. അപ്പൊ 50,000 രൂപ അഡ്വാൻസ് ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു. കാരണം ഇവർ ഇത്രയും ആഗ്രഹിച്ചതല്ലേ, ഇവന് കിട്ടുന്നെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും പൈസ കർത്താവ് തരും. 1,50,000 രൂപ, 50,000 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അഡ്വാൻസ് അടച്ചു. അപ്പൊ ഒരു സീറ്റ് ഉറപ്പായി. പക്ഷെ ആ സ്ഥാനത്ത് കർത്താവ് 5 പൈസ പോലും ഇതില്ല. ഇവന്റെ മാസം ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. 1,50,000 രൂപയുടെ സ്ഥാനത്ത് വെറും 500 രൂപ ഇവര് ഫീസ് ഇനത്തിൽ. ഇന്ന് അവൻ ഇപ്പൊ കോളേജിൽ പോയിരിക്കുകയാണ്. മൂത്താളാണെന്നുണ്ടെങ്കിൽ കർത്താവ് അവന് നല്ലൊരു വേല ഒരുക്കി, അങ്ങനെ അവൻ ആ കാര്യത്തിൽ പോകുന്നു. ഞാൻ ജയ് വീട്ടിലുണ്ട്.
ഇളയാള് വൈകിട്ടാകുമ്പോഴെത്തും. അപ്പൊ ഞങ്ങള് പലർക്ക് വേണ്ടിയും രോഗികളായിട്ടുള്ളവര് ഇന്നും കുറച്ചു നേരത്തെയും ഒരു ഉച്ചയ്ക്ക് ഒരാൾ വിളിച്ചിരുന്നു. അയാളുടെ കുട്ടി ഹോസ്പിറ്റലിലാണ്. എന്റെ സാക്ഷ്യം കേട്ടിട്ട് വിളിച്ചതാണ്, വേറൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചു. അങ്ങനെ പലരും ഡെയിലി കുറച്ച് ആൾക്കാർ വിളിക്കും, പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവവേലയായിട്ട്. അതിനിടയിൽ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് എന്റെ അടുത്ത് കർത്താവ് അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നൈയിൽ വെച്ച് പരിചയപ്പെട്ട ജിയോ പാസ്റ്ററെ വിളിക്കി. അപ്പൊ ഞാൻ കിടന്നുറങ്ങി. ഒരു സൺഡേ ചർച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുക. ഞാൻ എഴുന്നേറ്റ് വന്നു, 3-3:30 മണിയാവും. ഇദ്ദേഹത്തെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്തതാ. പിന്നെയും വേണ്ട. അപ്പൊ എന്റെ ഇളയ മോൻ വന്നിട്ട് പറഞ്ഞു, അപ്പൊ എന്തോ ചെയ്യാൻ പോവാ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജിയോ പാസ്റ്ററെ വിളിക്കാൻ പറഞ്ഞു. അയ്യോ, വിളിക്കല്ലേ, അവര് ഭയങ്കരമായ തിരക്കിലുള്ളതാണ്, നമ്മൾ വെറുതെ വിളിച്ച് ശല്യം ചെയ്യരുത്. നമ്മൾ എന്റെ അടുത്ത് ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പോയി ചായ ഇട്ടു. ചായ ഇട്ടുകൊണ്ടിരിക്കാൻ നേരത്ത് വീണ്ടും എന്റെ മനസ്സിൽ പറയാണ്, നീ വിളിക്ക്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വെളിയിൽ വന്ന് വിളിച്ചു. ഈ സമയം അദ്ദേഹം 3 ദിവസമായിട്ട് ഫാസ്റ്റിങ്ങിലായിരുന്നു. കേരളത്തില് ഒരു ദൈവദാസനെ ഏൽപ്പിക്കണം മീറ്റിങ്ങുകളെല്ലാം കണ്ടക്ട് ചെയ്യാനായിട്ട്. അത് ആരെ ഏൽപ്പിക്കും? 3-ാമത്തെ ദിവസം അദ്ദേഹം പ്രാർത്ഥന തീർന്ന് ആ ടൈമിലാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഫോൺ എടുക്കാറില്ല. അപ്പം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, നീ അന്വേഷിക്കുന്നവനാണ്, നീ ധൈര്യമായിട്ട് ഏൽപ്പിക്കുക. അങ്ങനെ അദ്ദേഹം ഫോൺ എടുത്തിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, വേറെ ഞാന് നസറത്ത് മിനിസ്ട്രിയുടെ കേരളത്തിലെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കട്ടെ, വേറെ നടത്താം? ഞാനൊന്നും ഇതില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നടത്താൻ വേറെ. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ആ മിനിസ്ട്രിയുടെ മീറ്റിങ്ങുകൾ മാത്രം, ഞങ്ങൾക്ക് ചർച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, 2013 മുതൽ മീറ്റിങ്ങുകൾ നടത്തുന്നു. ഇപ്പം മീറ്റിങ്ങുകൾ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ പല ചർച്ചകളും എന്നെ വിളിക്കാറുണ്ട്, അവിടെ പോയി സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ദൈവം എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അപ്പൊ ദൈവത്തിന്റെ അടുത്ത് ഞാൻ പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്നും അറിയത്തില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ നിനക്ക് അറിയണമെന്നില്ല, നീ എന്റെ അടുത്ത് സംസാരിക്കുന്ന കണക്ക് തന്നെ സംസാരിക്കുക. അവസാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് നീ പറഞ്ഞാൽ മതി, അവിടെ ഞാൻ സൗഖ്യം ചെയ്തോളാം. അങ്ങനെ എനിക്കിപ്പോഴും പാസ്റ്ററെ പ്രാർത്ഥിക്കാനോ ഒന്നും അറിയത്തില്ല. പക്ഷെ എന്റെ അപ്പ പറഞ്ഞു തന്നെ ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ട് അവസാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സൗഖ്യമാവട്ടെ എന്ന് പറയുന്നു. എന്റെ അപ്പ കർത്താവ് അതിൽ കൂടി വലിയ വലിയ കാര്യങ്ങൾ, അത്ഭുതമായ വിടുതലുകൾ ഈ രോഗികൾക്ക് കൊടുക്കുന്നു. ഒരു പാലം പോലെ ഞാനിങ്ങനെ നിൽക്കുന്നു, ഞാനും എന്റെ കുടുംബവും ഇതിനു വേണ്ടി നിൽക്കുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെയാണ് എന്റെ കുടുംബം, ഞങ്ങൾ കർത്താവിലേക്ക് വന്നത്. കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇപ്പൊ എവിടെ ആർക്ക് പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞാലും, ഇല്ല എവിടെ ഏത് മിനിസ്ട്രിക്ക് വേണ്ടി എന്തെങ്കിലും മീറ്റിംഗ് ഒരുക്കണമെന്ന് പറഞ്ഞാലും, ഇല്ല സാക്ഷ്യം പറയാൻ വിളിച്ചാലും, ഞാനും എന്റെ ഫാമിലിയും എല്ലാ വേലയും മാറ്റിവെച്ച് ഞങ്ങൾ തയ്യാറാണ്. അപ്പം ആരോമ TV എനിക്ക് ഇത്രയും വിലപ്പെട്ട സമയം എനിക്ക് തന്നതിനും, എന്നെ ദേവദാസൻ പാസ്റ്റർ ഡാനിയേൽ ജോൺ അവറുകൾക്കും ഞാൻ എന്റെ കുടുംബവും യേശുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഇത്രയും നേരം എന്റെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ, കർത്താവെ, ഞങ്ങൾക്ക് അപ്പൊ അങ്ങ് അറിയാതെ ഒന്നും നടക്കില്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, പാസ്റ്റർ ഡാനിയേൽ ജോൺ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആരോമ TVയെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അപ്പം യേശുവെ, അങ്ങ് ഇറങ്ങി വന്നതുപോലുള്ള അനുഭവങ്ങൾ കർത്താവെ ഇന്ന് ഈ മക്കളുമായി പങ്കുവച്ചപ്പോൾ, കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവെ, രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ രോഗം ഉള്ള ആ ഭാഗങ്ങളിൽ അവരുടെ കൈ വയ്ക്കുമ്പോൾ അവിടെ അങ്ങയുടെ ആണിപ്പെണ്ണുള്ള കരം വെച്ച് ഇവർക്ക് അത്ഭുത വിടുതൽ അങ്ങ് കൊടുക്കണം. അപ്പ യേശുവെ, ക്യാൻസർ പേഷ്യൻസ് ആയിട്ടിരിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവെ, അവരുടെ ഏത് ഭാഗത്താണോ ക്യാൻസർ ആ ഭാഗത്ത് അങ്ങയുടെ തിരു രക്തം തളിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ വിടുതൽ ആ ഭാഗങ്ങളിൽ ഉണ്ടാകട്ടെ.
അപ്പൊ സാമ്പത്തികമായി കർത്താവെ ബുദ്ധിമുട്ടുന്ന പലരും ഇത് കേൾക്കുന്നുണ്ട്. യേശുവെ, ഒരു സാമ്പത്തിക വിടുതൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ, യേശുവെ, വലിയ അത്ഭുതങ്ങൾ കർത്താവെ ഓരോ ഭവനങ്ങളിലും നടക്കട്ടെ. കർത്താവെ, അങ്ങ് എന്റെ മുറിയിൽ 21 ദിവസം ഇറങ്ങിയത് സത്യമാണെന്ന് ഇവരറിയുവാൻ കർത്താവ് ഇവരുടെ ഓരോ ഭവനങ്ങളിലും, അപ്പൊ ആ രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ രോഗാവസ്ഥയിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ കർത്താവെ അങ്ങയുടെ അത്ഭുത കരം വെച്ച് അങ്ങ് തൊടണം കർത്താവ്. അപ്പൊ വിദ്യാഭ്യാസത്തിനായിട്ട് കർത്താവെ പഠിക്കുന്ന മക്കൾ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ അപ്പൊ അവരുടെ എല്ലാം ബുദ്ധിമണ്ഡലത്തിൽ അങ്ങ് തൊടണം കർത്താവെ. പഠിക്കുന്നതെല്ലാം കർത്താവെ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അപ്പൊ അങ്ങ് ഇടപെടണം. യേശുവെ, ഒരിക്കൽ കൂടി കർത്താവെ, ഈ മക്കളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ അനിൽകുമാർ അവറുകൾ. ഇത്രത്തോളം സമയം അത്ഭുത സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരയ്യപ്പ ഭക്തനായി ഒരു ജീവിത പശ്ചാത്തലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ ഭൗമികമായും എല്ലാവിധ നേട്ടങ്ങളും നല്ല ജീവിത നിലവാരവും പുലർത്തിയ ആ നാളുകൾ ഓർക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് ആയിരുന്നു ശരി എന്ന് ചിന്തിച്ച് അതിൻ്റേതായ ആ ഒരു വിശ്വാസത്തിലും താല്പര്യത്തിലും ഒക്കെ ജീവിച്ച നാളുകൾ അനേക ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലും ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അതായിരുന്നു എന്ന് ഒക്കെ തോന്നിപ്പോകാം. എന്നാൽ പിന്നത്തേതിൽ അതല്ല ശരിയെന്ന് തിരുത്തിയ ആ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് കേൾക്കുവാൻ ദൈവം അവസരമൊരുക്കിയത്. അതെ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ ദൈവത്തിന് വിലപ്പെട്ടതായി തീരുന്നത് ആ വ്യക്തിക്ക് ഒരു വലിയൊരു വില കൊടുത്തുകൊണ്ട് തന്നെയാണ്. കർത്താവിന് ഒരു വ്യക്തി വിലപ്പെട്ടവനായി തീരുന്നത് വെറുതെ അല്ല, ആ വ്യക്തിക്ക് വേണ്ടി വലിയൊരു വില കൊടുത്തുകൊണ്ട് തന്നെയാണ്. കർത്താവിൻ്റെ ദാസന്റെ ജീവിതത്തിൽ നേരിട്ടതായ സങ്കീർണമായ ജീവിതാനുഭവങ്ങൾ വിവരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് വീട്ടിനകത്ത് ഉണ്ടായ ആ ഗ്യാസ് ട്രാജഡി, ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ് ആയി എന്നുള്ള ബന്ധത്തിൽ ശരീരത്തിൽ 64% പൊള്ളലേറ്റ് മുഖമൊഴികെ ശരീരഭാഗം മുഴുവനും വെന്ത് കരിഞ്ഞ് നാറിയ ഒരനുഭവത്തിൽ മരണം സ്ഥിരീകരിക്കത്തക്ക നിലയിലേക്ക് ഡോക്ടർമാർ വിധി എഴുതിയ ആ ഒരു സ്ഥലത്ത് നിന്ന്, സാഹചര്യത്തിൽ നിന്ന് 21 ദിവസം കർത്താവായ യേശു കൂടെ ഇരുന്ന് ഒരു ഡോക്ടറിനേക്കാൾ, ഒരു നേഴ്സിനേക്കാൾ, സ്വന്തം ജീവിത പങ്കാളിയേക്കാൾ, മക്കളേക്കാൾ, മാതാപിതാക്കന്മാരേക്കാൾ, സുഹൃത്തുക്കളേക്കാൾ, പ്രിയപ്പെട്ടവരേക്കാൾ, വിളിച്ച മറ്റേതൊരു ദൈവങ്ങളെക്കാൾ ഉപരിയായി യേശുവിൻ്റെ കരസ്പർശനമേൽക്കുവാൻ, യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യം കണ്ണുകൊണ്ട് കാണുവാൻ, യേശുവിൻ്റെ ആ സ്നേഹലാളന അനുഭവിച്ചറിയുവാൻ, മാത്രമല്ല സ്വർഗീയ ദർശനങ്ങളും ദിവ്യ ദർശനങ്ങളും ഒക്കെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ അവസരം കർത്താവ് ഒരുക്കിത്തന്ന് ആളുമാറിയവനെ പോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത ആ അത്ഭുതകരമായ അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ശരിക്കും കേൾക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കരളലിയിപ്പിക്കുന്ന, കണ്ണു നനയിക്കുന്ന, ഒന്നുകൂടി ചിന്തിക്കുവാൻ, ഇങ്ങനെയും മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടോ, ഇങ്ങനെയും കരുതുന്ന ഒരു കർത്താവുണ്ടോ, ശരിയായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹവും ലാളനയും ഒരു വ്യക്തി അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്കൊരിക്കലും ആ ദൈവസ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ കഴിയത്തില്ല. ആ ദൈവീയ പദ്ധതിയിൽ നിന്നും പ്ലാനിൽ നിന്നും പരിപാടിയിൽ നിന്നും നമുക്കൊരിക്കലും മാറി നിൽക്കുവാൻ കഴിയുകയില്ല. അതിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പ്രിയ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം തിരഞ്ഞെടുത്തു. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആ ദൈവസ്നേഹത്തിനായി, ദൈവീയ സന്തോഷത്തിനായി കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ
കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ, അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ ഒരുപക്ഷെങ്കിൽ സമാനതകളില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. പക്ഷെങ്കിൽ നിങ്ങളെയും സ്നേഹിക്കുന്ന, നിങ്ങളെയും കരുതുന്ന സ്നേഹനിധിയായ ഒരു കർത്താവിൻ്റെ മഹാസ്നേഹം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ സാക്ഷി കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തെ കർത്താവേ അങ്ങ് ആമേൻ അങ്ങ് രൂപപ്പെടുത്തണമേ, അങ്ങയ്ക്കായി വേർതിരിക്കണമേ എന്ന് സമർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ മുറിയിലേക്ക് നിങ്ങളോട് ചേർന്നിരുന്ന് സംസാരിക്കുന്ന ഒരു യേശുവാണ് നമ്മുടെ ഭവനത്തിലേക്ക് ആമേ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്. സക്കായിയോട് യേശു കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ശതാധിപന്റെ ഭവനത്തിലേക്ക് കർത്താവ് കയറി വരുമ്പോൾ ശതാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഭവനത്തിൽ വരുവാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, എൻ്റെ ദാസന് സൗഖ്യം വരുമെന്ന്. രക്തസ്രാവക്കാരിയെ സ്ത്രീ ഒരു കാര്യം വിളിച്ചു പറയുന്നു, ഞാൻ യേശുവിൻ്റെ വസ്ത്രം തൊട്ടാൽ, യേശു എന്നെ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ ആരേറ്റു പറയുന്നുവോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ, അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ കേൾക്കുവാൻ കഴിയും. അതെ, നമ്മുടെ ഒരു സമർപ്പണം, നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു ഏറ്റുപറച്ചിൽ, അത് മാത്രം മതി. കർത്താവെ ഞാനത് എന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഏറ്റുപറയാൻ തയ്യാറാകുമെങ്കിൽ ആ യേശുവിൻ്റെ സ്നേഹം നിങ്ങളെയും തേടി വന്നു, നിങ്ങളെയും അനുഗ്രഹിക്കുവാനിടയായിത്തീരും. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് എവർക്കും അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിപ്പെടുവാൻ ഇടയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. അതുപോലെ തന്നെ aroma.tv.com.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. God bless you all. Amen. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.